അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تالله لتسألن عما كنتم تفترون. ഏറ്റവും ബഹുമാന്യരായ വേദിയിലെ ഈ മഹത്തായ കൂട്ടായ്മയുടെ ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളെ, അള്ളാഹു ഈ ഒത്തുകൂടലൊരു നന്മയായി, സ്വാലിഹായ ഒരു കർമ്മമായി നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ആദർശത്തിൻ്റെ, നമ്മുടെ അന്വേഷണത്തിൻ്റെ വഴിയിൽ വെളിച്ചം പകരുന്ന ഒത്തുകൂടലായി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാഗത പ്രഭാഷണത്തിലൂടെ, അധ്യക്ഷ സംസാരത്തിലൂടെ, ഉദ്ഘാടകൻ്റെ സംഭാഷണത്തിലൂടെ ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലതരം പരീക്ഷണങ്ങൾക്ക് ജീവിതം വിധേയമാകും. ചിലപ്പോൾ അത് രോഗമായി പ്രത്യക്ഷപ്പെടും, വേറെ ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണങ്ങളായിരിക്കും, അതുമല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളോ കടങ്ങളോ ഒക്കെ ആയിരിക്കും, ദുന്യാവിൽ നിന്നുള്ള ചില അപമാനങ്ങളായിരിക്കും വേറെ ചിലപ്പോൾ. എന്നാൽ ഏറ്റവും പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണമെന്ന് പറയുന്നത് മതത്തിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണമാണ്. മതത്തിൽ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണത്തിൽ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് മതപരമായ ഒരു വിഷയത്തിലെ വിവാദവും തർക്കവുമാണ്. ആ വിവാദവും തർക്കവും ശരിയാം വിധം ഉൾക്കൊണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ മതത്തിൽ നിന്ന് തന്നെ സഞ്ചരിച്ചിട്ടുണ്ടാകും, അതവൻ മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടാകില്ല. സലഫുകളിൽപ്പെട്ട ചില മഹാരഥന്മാർ പറഞ്ഞത്, എനിക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ അഹ്മദുല്ലാഹ അലൈഹി അർബഅ മറാത്ത്, ഞാൻ 4 തവണ അള്ളാഹുവിനെ സ്തുതിക്കും. ഒന്ന്, ഈ മുസീബത്ത്, ഈ ദുരന്തം ഇപ്പോൾ ഉള്ളതിലേറെ വലുതായില്ലല്ലോ. 2, എനിക്കതൊരു സ്വബർ കിട്ടിയല്ലോ. 3, ഞാൻ ഇസ്തിർജാ ചെയ്തല്ലോ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഞാൻ ചൊല്ലിയല്ലോ. 4, എൻ്റെ ആ പരീക്ഷണം എൻ്റെ മതത്തിലായില്ലല്ലോ എന്നാണ്. അപ്പോൾ മതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അത് ഏറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമിപ്പിക്കുന്നതാണ്. ചരിത്രത്തിൽ അത്തരം ധാരാളം നിമിഷങ്ങളും രംഗങ്ങളും കടന്നുപോയിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന്, വാസുത്ത് എന്ന പ്രദേശത്തെ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ അഖീദ ആകെ പ്രതിസന്ധിയിലാണ്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്നതിൽ തർക്കങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങൊരു കിതാബ് എഴുതി തരണം. അൽ അഖീദത്തുൽ വാസുത്തിയ എന്ന ഗ്രന്ഥം ആ പള്ളിയിൽ അസർ നമസ്കാരം കഴിഞ്ഞ ചുമരിൽ ചാരിയിരുന്ന് അദ്ദേഹം എഴുത്തു തുടങ്ങി. മഗ്രിബിൻ്റെ ബാങ്ക് പൂർത്തിയാകും മുമ്പ് എഴുതി തീർത്ത ഗ്രന്ഥമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇടപെടൽ ആ ചരിത്രഘട്ടത്തിലുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ കാലത്ത് ഖുർആൻ സൃഷ്ടിയാണോ,
ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണോ എന്ന വിവാദമുണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള പൊതുവായ വിവാദങ്ങളുടെ ഒരു പ്രത്യേകത, ഇതത്ര തന്നെ പ്രധാനപ്പെട്ടതല്ല എന്ന് ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം വിവാദങ്ങളുടെ മറ്റൊരു പ്രത്യേകത, ആളുകൾക്ക് പെട്ടെന്ന് ഗ്രാഹ്യമാകാൻ നല്ല മനസ്സ് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചിരുന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. 3, ഇത്തരം വിവാദങ്ങൾ എന്തിനാണ്? നമ്മൾ ഒരുപാട് പ്രതിസന്ധിയിലല്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അവഗണിച്ച് പോയിക്കൂടെ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കേവലം ഒന്ന് സമ്മതിച്ചു കൊടുത്ത് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി കുറ്റാരോപിതനായി ശിക്ഷിക്കപ്പെടാൻ ഒരുങ്ങുന്ന നേരത്ത് അദ്ദേഹത്തോട് ശിഷ്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നുണ്ട്, അങ്ങ് പറയുന്ന ലായും അങ്ങ് പറയുന്ന നഅവും ചരിത്രത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിലെ ലായും നഅവുമായിരിക്കുമെന്ന്. ആ ഒരു കാര്യം നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആദരണീയനായ ഉമർ മൗലവി റഹിമഹുല്ല പടയൊരുക്കങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് മാത്രമായിരുന്നു വിഷയത്തിൻ്റെ തീവ്രത മനസ്സിലായത്. അദ്ദേഹത്തെ പല നിലക്കാളുകൾ പിന്തിരിപ്പിക്കാനും അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആ മഹാദൗത്യം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അടക്കം ലോകത്തെ സലഫി പണ്ഡിതന്മാർ ഇഖ്വാനിസത്തെ, ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാക്കി ഇസ്ലാമിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്തം അത് അഹ്ലുസുന്നയുടെ മേൽ വരുന്നൊരു കാലഘട്ടം, ഒരു സാഹചര്യം ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരു പുതിയ വിവാദം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2002 മുതൽക്ക് ആ വിവാദമുണ്ട്. ആ വിവാദത്തിൻ്റെ മർമ്മത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വ്യക്തിപ്പെട്ട വ്യക്തികൾ ചിന്തിക്കും, സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നെ വീക്ഷിക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കും, എന്താ ജിന്നിനോടുള്ള എല്ലാ ചോദ്യങ്ങളും ശിർക്കാന്ന് പറഞ്ഞെടുത്താൽ പോരെ, നമ്മൾ ഏതായാലും ചെയ്യുന്നില്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ വിളിക്കുന്നില്ല, അത് ഹറാമാണ് എന്ന, അതിൽ ഒരു ഇനം 2 ഇനവും 100% ഹറാമാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. പിന്നെ ഒരു ശിർക്കാണ് എന്നൊരു വാക്കാണ് പ്രയോഗിച്ചാൽ പോരെ, വസീലത്തു ശിർക്ക് എന്നൊരു വാക്കിൽ ഇങ്ങനെ നിലകൊള്ളേണ്ടതുണ്ടോ? ആവശ്യമില്ലാത്ത അനാവശ്യമായൊരു വിവാദമല്ലേ ഇത് എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വിവാദത്തിൻ്റെ, ഈ ചിന്തയുടെ ഒരാനുകൂല്യത്തെയാണ് കഴിഞ്ഞ 2012 മുതൽ 2024 വരെ 2-3 വ്യക്തികൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ 2018 വന്നവരും 2020 ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നവരും 2022 വന്നവരും ഈ 2024 വന്നവരൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി പിന്നിലേക്ക് ചരിത്രത്തിലേക്ക് പോവുകയാണ്. 1990കളിൽ രൂപം പ്രാപിക്കുകയും 90കൾക്ക് ശേഷം രൂപം പ്രാപിക്കുകയും 2000 രൂക്ഷമാവുകയും 2002 പിളർപ്പിലേക്ക് എത്തുകയും ചെയ്ത മർക്കസുദ്ദാവ വിഭാഗം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയ വിവാദ സന്ദർഭത്തിലാണ് ആദ്യമായി ശിർക്കാരോപണം മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാകുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണമെന്നല്ലേ? അതിൻ്റെ കാരണം ആ ഒരു ശിർക്കിൻ്റെ ബോംബ് പൊട്ടിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമായിരുന്നില്ല. അവർ കൃത്യമായി സംഘടനാപരവും ആദർശപരവുമായ വീഴ്ചകളിലൂടെ, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരത്തിലൂടെ, അഹന്തയിലൂടെ ഉണ്ടായൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പറയണമല്ലോ. അതുകൊണ്ടാണ് ആ 2 വാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നത്. എല്ലാ നിലക്കുമുള്ള മാന്യതകളെ, എല്ലാ നിലക്കുമുള്ള മര്യാദകളെ, എല്ലാ നിലക്കുമുള്ള പ്രാമാണികമായ സമീപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ, അവർക്കെതിരിൽ അച്ചടക്ക നടപടി വന്നപ്പോൾ, അവർ പുതിയ സംഘടന പ്രഖ്യാപിച്ചപ്പോൾ, മുജാഹിദ് മഹല്ലുകൾ ഒന്നിച്ച് ആ ദിവസം വരെ അവർ വാർത്താ സമ്മേളനം നടത്തി പുതിയ സംഘടന പ്രഖ്യാപിക്കുന്ന ദിവസം വരേക്കും അവരുടെ കൂടെ നിന്നവർ പോലും അവർക്കെതിരായപ്പോഴായിരുന്നു അവർ ആ ബോംബ് പൊട്ടിച്ചത്. എന്താ? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം നൽകുന്ന KNM-നെ AP വിഭാഗം എന്ന് വിളിച്ചുകൊണ്ട്, മൗലവി വിഭാഗം എന്ന് വിളിച്ചുകൊണ്ട് അവർ ശിർക്കിലാണെന്ന് പറഞ്ഞു. ആർക്കാണിത് കൊടുത്തത്? ആർക്കാണിതിലെ അഭിമുഖങ്ങൾ കൊടുത്തത്? സെൻസിംഗ് മാസികക്കായിരുന്നു അബ്ദുസലാം സുല്ലമി അഭിമുഖം കൊടുത്തത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതിൻ്റെ ചിത്രങ്ങൾ കാണാൻ പറ്റും. മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയത്. പിന്നീട് CP ഉമർ സുല്ലമിയും ഇതേ സെൻസിങ്ങിനെ തന്നെ അവലംബിച്ചു. എന്താ അങ്ങനെ സെൻസിങ്ങിന് തന്നെ കൊടുക്കാൻ കാരണം എന്താ? സമസ്തക്കാരുടെ വേദിയിൽ നിന്ന് ഈ വിഷയം വരണം, ഈ കുളം കലങ്ങണം, എന്നിട്ട് കുളം കലങ്ങുന്ന ഗ്യാപ്പിൽ രക്ഷപ്പെടണം. തൗഹീദിൽ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് മുജാഹിദ് ഒന്ന് ചിന്തിക്കും. ആ സാധ്യതയാണ് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഈ ആരോപണം ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ, ആദരണീയനായ
അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ജിന്നിനോട് വിളിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തി. ആ ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് വിശദാംശത്തിലേക്ക് പോകാം. ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാമെന്ന് പറഞ്ഞതിലൂടെ മാത്രമല്ല സക്കരിയ മുഷിരിക്കായത്. ബോധപൂർവ്വമാട്ടോ പറഞ്ഞത്. സക്കരിയ മുഷിരിക്കായത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രമല്ല. ഓക്കെ, അപ്പൊ ജിന്നുകളെ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് മാത്രമല്ല, വേറെയും കുറെ കാരണമുണ്ട് എന്നാണ്. ആ കാരണത്തിലേക്ക് ഇപ്പൊ പോണില്ല. പരപ്പനങ്ങാടി വൃത്തിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ കാരണങ്ങളൊക്കെ. യൂട്യൂബിൽ 4 വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ മുശ്രിക്കുകൾ എന്നു തന്നെ വിളിച്ചു. ഇതിപ്പോൾ വിളി തുടങ്ങിയതല്ല, 2002 മുതൽക്ക് വിളി തുടങ്ങിയതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതെങ്ങനെയാണ് ഇങ്ങനെ തന്നെ സംഭവിച്ചത്? സലാം സുല്ലമിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു തൗഹീദ് ഉണ്ട്. ആ തൗഹീദ് ഈ യഥാർത്ഥത്തിൽ ഈ സംഘം ഏറ്റെടുക്കുകയായിരുന്നു. മർക്കസുദ്ദാവ വിഭാഗം ഏറ്റെടുത്തതോടുകൂടെയാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. എന്താ സലാം സുല്ലമിയുടെ തൗഹീദ്? അദ്ദേഹത്തിന്റെ തൗഹീദ് എന്താന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. അതാണ് മൂപ്പര തൗഹീദ്. ജിന്നും മലക്കും അദൃശ്യവും അബൗദ്ധികവുമായ സൃഷ്ടികളാണ് എന്നതാണ് മൂപ്പര തൗഹീദ്. അത് കേട്ടതോടുകൂടെ സമസ്തക്കാർക്ക് ഇതിലേറെ വലുത് കിട്ടാല്ല. സമസ്തക്കാരാഘോഷിച്ചു. ജിന്നും മലക്കും മഹാത്മാക്കളും അബൗദ്ധികമാണെന്നാണ് അവരുടെ വാദം. ജിന്നും മലക്കും മഹാത്മാക്കളും അബൗദ്ധികമാണെന്നാണ് ഇവരുടെ വാദം. ഹമീദ് ഫൈസി രംഗത്ത് വന്നു. ഫൈസി ഒന്ന് വന്നോട്ടെ. അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ ലേഖനം വായിക്കണം. സമയം പരിഗണിച്ച് ഞാൻ ഫൈസി വിഷയം ഉന്നയിച്ചു എന്ന് ബോധ്യപ്പെടുത്തുന്നു, അതിനു വേണ്ടി ഇട്ടതാണ്. ഒന്നും കൂടി അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. ഓക്കെ, അപ്പോ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നവരാണ്. മഹാത്മാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇനിയിപ്പോ ജിന്നും മലക്കൊക്കെ അഭൗതികമായല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ഔലിയാക്കൾ മാത്രമേ അഭൗതികാകാത്തതുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഔലിയാക്കൾ മാത്രം അഭൗതികാകാത്തത് എന്ന ഒരു വിഷയത്തിലേക്കും അവകാശവാദത്തിലേക്കും അവർ വന്നു. മാത്രമല്ല, അബ്ദുസ്സലാം സുലൈമി എഴുതിയൊരു വാചകം നോക്കൂ നിങ്ങൾ. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. മലക്ക് സഹായിച്ചു, ബദറിൽ മലക്ക് സഹായിച്ചു എന്ന് വിശ്വസിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർ, സ്വഹാബത്ത് അടക്കം എല്ലാവരും മുശ്രിക്കായിപ്പോ. ഈ അപകടകരമായ വാദം വന്നപ്പോ, ഫൈസി ഇതെടുത്ത് രംഗത്ത് വന്നപ്പോ, ആദരണീയനായ സക്കരിയ സ്വലാഹി റഹിമഹുല്ല അദ്ദേഹം ഫൈസിയുടെ ലേഖനം ചന്ദ്രികയിൽ വന്നപ്പോൾ ചന്ദ്രികയിൽ തന്നെ അതിന് മറുപടി എഴുതി. ഫൈസിയുടെ മറുപടി വീണ്ടും ചന്ദ്രികയിൽ വന്നു. ഇത് മുസ്ലിം പൊതുസമൂഹത്തിന്റെ അടുത്തേക്കെത്തി, സുന്നി വീടുകളിലേക്കെത്തി, എല്ലായിടത്തും എത്തി. സക്കരിയ മൗലവിയുടെ ലേഖനത്തിന് ഫൈസി എഴുതിയ അടുത്ത മറുപടി അതിഗംഭീരമായ മറുപടിയായിരുന്നു. അപ്പോഴേക്ക് സമസ്തയുടെ പ്രഷർ, രാഷ്ട്രീയം രംഗത്തു വന്നു. ചന്ദ്രിക ഇനി മുതൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദരണീയനായ സക്കരിയ സ്വലാഹിയുടെ ലേഖനം ഇസ്ലാഹ് മാസിക പ്രസിദ്ധീകരിച്ചു. ഫൈസിയുമായുള്ള എഴുത്തുകുത്തുകൾ വീണ്ടും തുടർന്നു. അതിൻ്റെ ഇടയ്ക്ക് അബ്ദുൽ ജബ്ബാർ മൗലവി അത് ഏറ്റെടുത്തു. അദ്ദേഹം ശക്തമായ ഖണ്ഡനങ്ങൾ എഴുതി. ഞാൻ ഇത്രയും പറഞ്ഞിന്ന് എന്നെ കേൾക്കണവർ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിനെക്കുറിച്ചും ശക്തിനെക്കുറിച്ചൊക്കെ ഒരു ലേഖനം എഴുതി. അങ്ങനെ ഉണ്ടായി വന്ന വിവാദമല്ല ഇത്. അള്ളാഹുവിന്റെ തൗഹീദ് അത് പ്രതിസന്ധിയിലായി. ഒരു വിവാദ കാലത്ത് അള്ളാഹുവിന്റെ തൗഹീദ് അനുഭവിച്ച പ്രതിസന്ധി എന്താണ്? മുജാഹിദുകൾ അവരുടെ സ്ഥാപന കാലഘട്ടം മുതൽ അഹ്ലുസുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം മുതൽ വിശ്വസിക്കുന്ന ഒരടിത്തറ, അള്ളാഹുവിന് മാത്രമേ അഭൗതിക കഴിവുള്ളൂ. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാർക്കും അഭൗതിക കഴിവില്ല എന്ന വാദഗതി
ആ വാദഗതി പൊളിച്ചെഴുതി അവർ രംഗത്ത് വന്നപ്പോ ശിർക്ക് സ്ഥാപിക്കുന്നവർക്ക് അത് സ്ഥാപിക്കാൻ അവസരം കിട്ടി. നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? നിങ്ങൾക്കിപ്പോൾ ജിന്നും മലക്കും അഭൗതികമായില്ലേ? ഇത്രയും കാലം നിങ്ങൾക്ക് ജിന്നും മലക്കും അഭൗതികമായിരുന്നില്ലല്ലോ. ഇനി പാകെ ഔലിയ പാപ്പിയും കൂടിയും അങ്ങോട്ട് അഭൗതികമായി കഴിഞ്ഞാൽ, ഒരു 100 കൊല്ലം കൊണ്ട് ജിന്നും മലക്കും അഭൗതികമായെങ്കിൽ അടുത്തൊരു 100 കൊല്ലം കൊണ്ട്, വേണ്ട 50 കൊല്ലം കൊണ്ട്, വേണ്ട 10 കൊല്ലം കൊണ്ട് ഔലിയ പാപ്പിയും കൂടിയും അഭൗതികമാകും എന്ന് നാടായ നാട്ടിലും വേദിയായ വേദിയിലും മുഴുവൻ മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ചു. അവർ ലേഖനങ്ങൾ എഴുതി. ആരുമുണ്ടായില്ല പ്രതിരോധിക്കാൻ, ആരുമുണ്ടായില്ല സംസാരിക്കാൻ, ആരും അതിനെക്കുറിച്ച് മിണ്ടാനുണ്ടായില്ല. അപ്പോ വന്യവയോധികനായ ജബ്ബാർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം പേനെടുത്തു. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നിർവഹിച്ച മഹാദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു. ജിന്നും മലക്കും എന്തുകൊണ്ട് അഭൗതികമല്ല എന്നത് അദ്ദേഹം വളരെ ശക്തമായി സമർത്ഥിച്ചു. ആ സമർത്ഥിക്കുന്നതിനിടയ്ക്ക് വിശദമായി എഴുതിയ ലേഖനത്തിലെ 4 വരി എല്ലാവരും എടുത്തു വായിക്കാൻ തുടങ്ങി. ഈ വായിക്കുന്നവരും കേൾക്കുന്നവരുമെന്നും ഒരിക്കൽ പോലും പച്ച മലയാളത്തിലുള്ള ആ വലിയ മനുഷ്യന്റെ ലേഖനം വായിച്ചിട്ടില്ല. ലേഖനം വായിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥമായി നെഞ്ചിൽ തട്ടി ചോദിക്കാണ് പ്രിയപ്പെട്ടവരെ, ആ 4 വരികൾ കഴിഞ്ഞ 12 കൊല്ലമായി, വേണ്ട 2007 മുതൽക്ക് ആ വരികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ജബ്ബാർ മൗലവിയെ അംർ ഇബ്നു ലുഹയ്യും അതുപോലെ തന്നെ കാഫിറും അഖീദ പഠിക്കാത്തവനും ഒക്കെയാക്കി ചിത്രീകരിക്കുന്നവർ ഒരിക്കലും ആ ലേഖനം വിശദീകരിച്ചിട്ടില്ല. വേണ്ട, അവർ വിശദീകരിക്കണ്ട, അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തോട്ടെ. ആ പറയുന്ന ലേഖനത്തിന്റെ വിശദാംശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അതിലൊരു തകരാറും ഉണ്ടായിരുന്നില്ല. അതിലൊരു തകരാറില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഉദ്ധരിച്ച് മുജാഹിദുകളെ മുശ്രിക്കാക്കുന്ന ഇത്തരം ആളുകൾക്ക് മറുപടി തുടങ്ങി. ആരാണ് ഇവിടെ വന്ന് സംസാരിച്ച എന്റെ ബഹുമാനായ ജേഷ്ഠ സുഹൃത്ത് അനസ് മൗലവി. അദ്ദേഹത്തിന്റെ പഴയ ക്ലിപ്പിടുന്നത് പ്രശ്നമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെനിക്ക് സ്ഥാപിക്കാൻ ഞാൻ ക്ലിപ്പിടണം. അങ്ങനെ ഇടുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. 2007 മുതൽക്ക് 2012 വരെ ഈ ലേഖനങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേദികളിൽ സംസാരിച്ചിരുന്നു എന്ന് പറയാൻ സൂറത്തു ബഖറയിൽ ആയത്തോതല്ല വേണ്ടത് മൗലവി? ആണോ? എവിടെ ആയത്ത് എന്നാ ചോദ്യം. ആവശ്യത്തിന് ഉദ്ധരിക്കേണ്ടടുത്ത് ഉദ്ധരിക്കാനുള്ളതാണ് ക്ലിപ്പ്. ഇനി ആയത്തോതേണ്ട സ്ഥലത്തും ആയത്തോതും, തെളിവ് പറയേണ്ട സ്ഥലത്ത് തെളിവ് പറയും, കിതാബ് ഉദ്ധരിക്കേണ്ടടുത്ത് കിതാബ് ഉദ്ധരിക്കും. ഫുള്ള് കേൾക്കണങ്ങൾ. നിങ്ങൾ മറുപടിക്ക് മാത്രം നടന്നാൽ പോരാ. ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാകും. ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരുന്നുള്ളൂ അനസ് മൗലവി. ഇതാ ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക. കണ്ടോ? ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഒരു തെറ്റില്ല. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നും കിട്ടിയിട്ടില്ല. ഇത് പെട്ടെന്ന് എങ്ങനെയാണ് ട്വിസ്റ്റ് ഉണ്ടായതെന്ന് ഞങ്ങൾ ചോദിച്ചേക്ക്. ഇത് സ്ഥാപിക്കാൻ ക്ലിപ്പാടേണ്ടത്. നിങ്ങളാണ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുമ്പോഴേക്ക് ഇവിടെ ആരും ഞെട്ടൊന്നുമില്ല. ഇന്ന് കൂടുതൽ ഇടാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് തീർന്നോ? വേറെ ഒരാൾ KJUവിന്റെ സെക്രട്ടറിയായി ഇന്ന് സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം, അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാനാണല്ലോ ഈ പറയുന്ന ആളുകളൊക്കെ ഈ ലേഖനം ഉദ്ധരിച്ച് നടന്നത്. അബ്ദുൽ ജബ്ബാർ മദീനയുടെ ലേഖനം ഉദ്ധരിച്ച് നടന്നത്. അദ്ദേഹം പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ നന്ദിപ്പള്ളി പിന്നെ താക്കോൽ എടുത്തിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുന്നു. അദ്ദേഹം പറയട്ടെ. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും.
നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ കൊടുക്ക, ഞങ്ങൾ വിടൂല. ഞങ്ങളെ ചങ്കല് ചോറുള്ളിടത്തോളം കാലം ഒരു പള്ളിയും അങ്ങനെ ഖുറാഫിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇതിവിടെ സമർത്ഥിക്കണമെങ്കിൽ ക്ലിപ്പിടല്ലാതെ സൂറത്ത് ബഖറയിൽ ആയത്തോതവുണ്ട്. ഇത് ഞങ്ങൾ പറയും. 2007 മുതൽ ശക്തമായി ഈ ഭാഷയിൽ പറഞ്ഞവർക്ക് 2012 ഇലക്ഷൻ കാലം വന്നപ്പോ എങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായത് എന്ന് ജനമറിയണം. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി തീർന്നില്ല. ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി ഇപ്പൊ വിശ്രമ ജീവിതം നയിക്കുന്ന എന്റെ ഉസ്താദ്, അദ്ദേഹം പറയട്ടെ. അബ്ദുറഹ്മാനോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അത് വിശദീകരണ യോഗമാണ്. ഇത് വിശദീകരിക്കാനാണ് യോഗം. ഒരാളും ജിന്നിനോട് സഹായം ചോദിക്കണില്ല, പ്രാർത്ഥിക്കണില്ല. മാത്രല്ല, ഔദ്യോഗികമായി KNM ഈ വിഷയത്തിൽ ജിന്നും ഷൈത്താനും എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതി: പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതിക മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമുള്ള KNMകാരുടെ വാദം, ഇത് KNMമാർക്ക് വാദമുണ്ടെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. ഇത്ര കൃത്യമായി എഴുതി വെച്ചു. അപ്പോഴും സംശയം ഉണ്ടാകും, പ്രാർത്ഥന എന്ന് മാത്രമാണോ, സഹായതേട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ചർച്ചകൾ മുന്നോട്ട് വന്നപ്പോൾ മുഖാമുഖങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ ഇത്ര വ്യാപകമായ മുഖാമുഖമല്ല. നടന്ന മുഖാമുഖങ്ങളിൽ ചോദ്യം വന്നപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് അനസ് മൗലവി പറഞ്ഞതെന്താ? ചോദ്യം വരട്ടെ, അനസ് മൗലവിന്റെ ഉത്തരം വരട്ടെ. ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ജിന്നിനോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ മടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തിട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതെ, അപ്പൊ ഇതൊക്കെ ഉദ്ധരിച്ചു വന്ന ആളുകളാണ്. ഇതൊക്കെ ഉദ്ധരിച്ച് തൊട്ടടുത്ത മാസം സംഭവിക്കണ എന്താ? തൊട്ടടുത്ത മാസം സംഭവിക്കുന്നത് ഇതേ ആളുകള് നേതാക്കന്മാരെ ഓരോരുത്തരെയായി പോയി കണ്ട് ഇതേ ലേഖനങ്ങൾ വായിച്ചെടുത്ത് അധികം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കാവുന്ന മാനസികാവസ്ഥയിൽ നിന്നൊക്കെ യാത്ര തുടങ്ങിയ ആദരണീയനെ ഏപ്പിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ പറയണത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ജിന്നിന് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അതൊക്കെ ഈ പിന്നെ മറ്റേ വേണ്ടാത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതെന്ന് അതിലൊന്നും വലിയൊരു പ്രയാസമില്ല. ജിന്നിന് കൊടുത്ത കഴിവിനൊന്ന് തേടുകയെന്ന് അറിയാം. തേടുക എന്ന് പറയാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഇത് എവിടെയുള്ളത്? എവിടെയാണിതുള്ളത്? ജിന്നിനോട് സഹായം ചോദിക്കാം, കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം എന്ന് മുജാഹിദുകൾ എഴുതി വെച്ചത് എവിടെയാണുള്ളത്? ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. ഈ കളവ്, ഈ ശുദ്ധമായ അസംബന്ധം, ഇത് ക്ലിപ്പിട്ട് തന്നെയാണ് തെളിയിക്കേണ്ടത്. നുണയാണ്. ഈ നുണക്കോട്ടയിലാണ് അവരുടെ കാര്യങ്ങൾ പടുത്തുയർത്തിയത്. ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു.
ജനങ്ങളെ ബേജാറാക്കായിരുന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയെ കൊണ്ട് ഒരുപാട് ഒപ്പിടിക്കാനുണ്ട്. അപ്പൊ മൗലവിനെ പോയി കണ്ട് ഇങ്ങനെ ഇത് കൺവീൻസ് ചെയ്യാനാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ശ്രമിച്ചത്. ഇനി സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ പ്രസിഡന്റ് തന്നെ പോയി പറഞ്ഞ കാര്യങ്ങൾ എന്താ? അദ്ദേഹം കൗൺസിൽ യോഗങ്ങളിൽ അടക്കം പറഞ്ഞ കാര്യങ്ങൾ എന്താ? മുജാഹിദുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്ന് ചർച്ചയിനോടത്തേക്ക് എത്തിയെന്ന് അദ്ദേഹം പറയട്ടെ. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇത് എവിടെയാണ് വന്നത്? നീണ്ടകാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഇതൊന്ന് ഉറക്കനെ അമർത്തി ചോദിച്ചു വീണ്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരം പറയാൻ വേണ്ടി KJUവിൻ്റെ സെക്രട്ടറി ഒന്ന് ശ്രമിച്ചു. KJUവിൻ്റെ സെക്രട്ടറി മഹാരഥന്മാരായ പണ്ഡിതന്മാരിടുന്ന സീറ്റിലിരിക്കുന്ന, ചരിത്രപരമായ ദൗത്യങ്ങൾ നിർവഹിച്ച ആ KJUവിൻ്റെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന വ്യക്തിയുടെ നിലവാരം അളക്കാൻ അത് ഉപകരിക്കുമെന്നതുകൊണ്ട് അദ്ദേഹം TPA ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് നിങ്ങളൊന്ന് കേൾക്കുക. ഈ പ്രബന്ധം ഉണ്ടാവും പരലോകത്ത്, ഇത് എഴുതിയ ആളുകൾ ഉണ്ടാവും പരലോകത്ത്. NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ഇവർക്ക് അനുവദനീയമാണ്. ഏത്? അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നന്ദിപ്പള്ളിയുടെ താക്കോല് കൊടുക്കുന്നു പറഞ്ഞ ആളാണ് ഈ ന്യായവും വാദമൊക്കെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ ഞങ്ങൾ പോയി പറയുന്ന, പടച്ചോ നിങ്ങളെ വിടോ? ശുദ്ധമായ കളവ്. KJUവിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുടെ കളവുകളാണ് നമ്മളിവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പരപ്പനങ്ങാടിയിൽ നിന്ന് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർമ്മയാകാൻ വേണ്ടി മാലിക് സലഫി അതിന്റെ പേജുകൾ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാ കേട്ടോ, ഇതിന്റെ 15-ാമത്തെ പേജിൽ ഇതാ കേട്ടോ, വഹാദിൽ ആയത്തു തദുല്ലു അലാ അന്നൽ ഇസ്തിഗാസത്തു ബിൽ ജിന്നി ഹറാം. ഇനി കേട്ടോ 16-ാമത്തെ പേജിൽ കാണാം, ഫൽ ആയത്തു ഫദല്ലത്തിൽ ആയത്തു ലാ ദമ്മി ഉലൈക ഫഇന്നഹും ദുമു ലഅന്നു സർഫു തിൽക്കൽ ഇബാദ ലഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി തീർന്നു 22-ാമത്തെ പേജിൽ ഇസ്തിആനതു ബിൽ ജിന്നി സവാഉന കാനു മുസ്ലിമീന അമ ഗൈറുൽ മുസ്ലിമീന വസിറതു മിൻ വസായിൽ ശിർക്കി. ഇനി കേട്ടോ, ഫൽ ഹാസിൽ അന്നൽ മഖാമ ഫീഹി തഫ്സീൽ ഫഇദാ കാന ഇസ്തിഖ്ദാമു ബി തലബിൽ ഹിദ്മതി മിൻ ജിന്നിൽ മുസ്ലിം ഫഹാദാ വസിറതു ശിർക്കി വലാ യജൂസു അൻ യുആർജി ഇൻദ അഹദിൻ യുറഫു മിൻ എന്ന് പറഞ്ഞ് അനുവദനീയമല്ല. ഇനി ഇതിൻ്റെ 26-ാമത്തെ പേജിൽ വഫിൽ ബാബി മാ യജിബു വസദ്ദുഹു കദാലിക യജിബു ഇൻകാറു വസായിൽ ശിർക്ക് വൽ ഗാവിയ എന്ന് പറഞ്ഞ് പിന്നെ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 37-ാമത്തെ പേജിൽ, ഇതിൻ്റെ അവസാനത്തെ പേജിൻ്റെ തൊട്ടുമുമ്പുള്ള പറയാം, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. ഇത് പരലോകത്ത് വരൂലേ കായക്കൊടി? ഈ വാചകം പരലോകത്തേക്ക് ഉണ്ടാവൂലേ? അതായത് ഡിലീറ്റ് ആയി പോകുമോ? ജിന്നോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. എന്നിട്ട് എന്താണ് ഇവർ മൂന്നാൾ എടുത്തു കൊടുത്ത പ്രബന്ധം? ഇതാ, ഖാല ബഅദു അഹ്ലിൽ ഇൽമി ഇന്നഹു ലാ യുസ്തആനു ബിൽ ജിന്നി ലാ മുസ്ലിമീൻ വലാ കാഫിരിഹിം. ഒരു മുസ്ലിം ജിന്നോടും ഒരു കാഫിർ ജിന്നോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത് ഇസ്തിആനതു ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിമി ദാലിക ലിഇദ്ദത്തി അദില്ലത്തിൻ. ഒരുപാട് തെളിവുകൾ കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ പ്രബന്ധം അള്ളാഹുവിൻ്റെ കോടതിയിൽ വരും, സംശയമില്ല. നിങ്ങൾ മറുപടി റെഡിയാക്കി വെച്ചോളി. ഇതിൻ്റെ 43-ാമത്തെ പേജിൽ 43-ാമത്തെ ഓക്കെ, കേട്ടല്ലോ. അപ്പൊ ഇതിൽ ഇത്രയും തവണ ആവർത്തിച്ച് ജിന്നിനോട് സഹായം തേടാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞൊരു ഡോക്യുമെന്റ് എടുത്ത് കൈ പിടിച്ചിട്ട് വൈകാരികമായി ഇതുകൊണ്ട് ഞങ്ങൾ പരലോകത്ത് വരുന്നു പറയുന്ന KJU സെക്രട്ടറി ഉദ്ധരിക്കുന്ന ബാക്കി തെളിവുകളുടെ കോലെന്തായിരിക്കും? മുന്നിലിരിക്കുന്ന ഒരാളും ഇതൊന്നും പരിശോധിക്കുകയില്ലെന്ന ഉറച്ച ബോധ്യമാണെങ്കിൽ തെറ്റിയിരിക്കുന്നു നിങ്ങൾക്ക്.
തെറ്റിയിരിക്കുന്നു ഞങ്ങൾക്കറിയാം. അടിയൊഴുക്കുകൾ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കാത്തിരുന്ന് കാണാം, നമുക്ക് കാത്തിരുന്നു കാണാം കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ശരിയാമിധം നമുക്ക് കാത്തിരുന്നു കാണാം. നോക്കൂ സുഹൃത്തുക്കളെ, അബ്ദുൽ ജബ്ബാർ മദീനി ആണെങ്കിലും ആദരണീയനായ NV സാലിം കെ ആണെങ്കിലും റാഷിദ് കെ ആണെങ്കിലും ഒക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവരോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇത് അദ്ദേഹം വേദിയിൽ നിന്ന് ഉദ്ധരിച്ചപ്പോ ആദരണീയനായ NV സാലിം സാഹിബ് അദ്ദേഹത്തിന് വോയിസ് അയച്ചു, അനിഫ നീ ചെയ്യണത് ശരിയല്ല എന്ന്. പ്രൂഫ് പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാലിക് സൽഫിക്ക് അയച്ചു കൊടുത്തു. പ്രൂഫ് പോയിന്റിൽ അത് ഇട്ടു. അനീഫ് കായക്കൂടി പിന്നെയാണ് കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ, എന്ത് എനിക്ക് അയച്ചറിനീന്റെ മുമ്പ് അവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതാ ന്യായം, ഞാൻ അങ്ങനെ തന്നെ നോട്ടിക്കോ. ഇതൊരാൾക്കെതിരിൽ കുഫർ ആരോപിക്കലാണ്. കുഫർ ആരോപിച്ചാൽ, ഷിർക്ക് ആരോപിച്ച ഷിർക്ക് തിരിച്ചു വരും. 6 വഴികളിലൂടെ ഷിർക്ക് തിരിച്ചു വരുന്നത് ബീദിനില്ല ഇന്ന് ഇവിടെ ഞങ്ങൾ സമർത്ഥിക്കും. 7, 8, 10 ഉണ്ട്. 6 എണ്ണം ഞാൻ ഇന്നിവിടെ സമർത്ഥിക്കും കേട്ടോ. 6 എണ്ണം സമർത്ഥിക്കും. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു കാര്യം, ഇദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധത്തിൽ വസീലത്ത് ഷിർക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വസീലത്ത് ഷിർക്ക് പിന്നെ വിസ്ഡം ബ്രാൻഡ് ചെയ്തതല്ല, ഫൈസൽ മൗലവി പുതിയതായി ഉണ്ടാക്കിയതല്ല, ജബ്ബാർ മൗലവി വിഭൂതിയിൽ നിന്ന് എന്തോ സാധനം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുത്തതല്ല. KJUവിന്റെ ചർച്ചയിൽ ഹനീഫ് കായക്കൊടി തയ്യാറാക്കിയ പ്രബന്ധത്തിൽ ഇതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയോ? അതിൽ പല അഭിപ്രായങ്ങളും കൊടുത്തിട്ടുണ്ട്, അതിലൊരു അഭിപ്രായമായി മാത്രമേ അതിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. ആദ്യം അദ്ദേഹം അത് പറയട്ടെ. ആയി ബന്ധപ്പെട്ട പഠനം നടത്തിയ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ചത്, അല്ലാതെ ജിന്നിനോടുള്ള സഹായാത്ത ശിർക്കാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രബന്ധമല്ല. അതിലെല്ലാ വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെല്ലാ വീക്ഷണങ്ങളും ഉണ്ട്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ശിർക്കാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂപ്പരതാവുമ്പോ ഇപ്പോ ഇതില് അനുവദനീയമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചില ഫത്വകൾ ഈ പറയുന്ന NV സാലിം സാഹിബിന്റെ അടക്കമുള്ള ആളുകളുടെ പ്രബന്ധത്തിലുണ്ട്. അതാണ് ഇവര് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ് വിസ്ഡം എന്നതിന്റെ രേഖയായി ഉദ്ധരിക്കുന്നത്. ഇവിടെ വസീലത്ത് ശിർക്കിന്റെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചപ്പോൾ അത് അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചതാണ്. എന്നാലും NV സാലിം സാഹിബിനും ഈ ഒരു ആനുകൂല്യം കൊടുത്തൂടാ. കാരണം എന്താ അറിയോ? TP മുജാഹിദുകൾക്കിടയിൽ പ്രാർത്ഥിക്കാമെന്ന വാദം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ന്യായീകരിച്ച് വെളുപ്പിക്കണം അദ്ദേഹത്തിന്. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരല്ല. ഈ പ്രസ്ഥാനത്തെ ഐക്യം കലക്കാനും ഈ പ്രസ്ഥാനത്തിന്റെ സുഗമമായ യാത്രക്കും പ്രസിഡന്റ് തന്നെ തടസ്സമായ ആ 2012 ദുരന്തം അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കണം. അപ്പൊ അദ്ദേഹത്തിന് എന്തു വേണം? അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ആനുകൂല്യം അവിടെ കൊടുത്തൂടാ. ഇങ്ങനെ എല്ലാ അഭിപ്രായങ്ങളും എടുത്തു കൊടുത്തതിന്റെ ശേഷം പലവരും അത് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ടതേയില്ല. ഞാൻ ചോദിക്കുന്നു 5-6 ചോദ്യങ്ങൾ. ഒന്ന്, TP ഈ പറഞ്ഞ അഭിപ്രായം പ്രാർത്ഥിക്കുന്നവർ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമോ ഇല്ലയോ എന്ന ചർച്ച വന്നിരിക്കുന്നു എന്ന് പറയുന്നത് NV സാലിം സാഹിബിന്റെ ലേഖനം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? ചോദ്യം നമ്പർ 1. ആണോ? ആണെങ്കിൽ നിങ്ങൾ ആണെന്ന് പറയും. അപ്പൊ ബാക്കി പറയാ. ആണ്, വെറുതെ പറയാ. TPയെ സംബന്ധിച്ചിടത്തോളം അജണ്ട ഉണ്ടായിരുന്നു. ആദരണീയനായി TPയെ സംബന്ധിച്ചിടത്തോളം അജണ്ട ഉണ്ടായിരുന്നു. അജണ്ട എന്താന്ന് ഞങ്ങൾ പറയും, ബീദിനില്ല. അജണ്ട എന്താന്ന് സമയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയും, ഇല്ലെങ്കിൽ അടുത്ത വിശദീകരണ യോഗങ്ങളിൽ കൂടുതൽ വിശദീകരിക്കും. ഇനി നിങ്ങൾ നോക്ക്, ഇതിൽ പല വീക്ഷണങ്ങളും എഴുതിയതിൽ നിന്ന് വസീലത്തു ശിർക്ക് വിസ്ഡത്തിന് ഉണ്ട് എന്ന് പറഞ്ഞ വസീലത്തു ശിർക്ക് അത് വിസ്ഡം ഉണ്ടാക്കിയതല്ല എന്ന് വന്നല്ലോ. ഏത് പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കൊടുത്തതിൽ നിന്ന് ഇത് വിസ്ഡം ഉണ്ടാക്കിയതല്ല എന്ന് അനീഫ് കായക്കോടിന്റെ ക്ലിപ്പിന്ന് കിട്ടി. അങ്ങനെ നിങ്ങൾ ചോദിക്കാണ്, ആരൊക്കെയാണ് വസീലത്തു ശിർക്ക് എന്നൊരു ഇനമുണ്ട് എന്ന് പറഞ്ഞത്? അത് ഫൈസൽ മൗലവി ഖുറാഫാത്തിൽ നിന്ന് ചാരനായി വന്ന് കറ്റുകെട്ട് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങളുടെ വാദത്തിന്റെ അടിവേര് മുറിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ ക്ലിപ്പ്. മനസ്സിലായില്ലേ? ആരൊക്കെയാണ് ആ പണ്ഡിതന്മാർ? അങ്ങനെ അഭിപ്രായം പറഞ്ഞ എല്ലാ പണ്ഡിതന്മാരും അവർ മുശ്രിക്കുകളാണോ? അവർ ശിർക്ക് ചെയ്യുന്നവരാണോ? അവർ ജിന്നൂരികളാണോ? അവർ അംറ് ബിൻ ലുഹൈന്റെ പണിയെടുത്തോരാണോ? നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കണം. മൂന്നാമത്തെ കാര്യം, 26/12/2012 താങ്കൾ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രബന്ധത്തിൽ ജിന്നിനോടുള്ള സഹായതേട്ടത്തിൽ വസീലത്ത് ശിർക്ക് എന്ന വീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വീക്ഷണത്തിന് തെളിവില്ല എന്നും അത് സ്വീകരിക്കരുതേ എന്നും അതേ പ്രബന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അതെവിടെയാണ് ആ പ്രബന്ധത്തിലുള്ളത്? അടിച്ചാണ് വിടുകയാണ്. മൂപ്പര് കുടുങ്ങിക്കിടക്കുകയാണ്. വസീലത്തു ശിർക്ക് എന്നത്
KJUവിന്റെ യോഗത്തിൽ തന്നെ, ചർച്ചയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. വസീലത്തുൽ ശിർക്ക് നമ്മൾ കൊണ്ടുവന്നതല്ല എന്ന് കോഴിക്കോട് യോഗത്തിൽ പറഞ്ഞപ്പോ അത് അടിച്ചുവിടുക, അതിലെല്ലാ വീക്ഷണവും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ വസീലത്തുൽ ശിർക്ക് എന്ന വീക്ഷണം അത് സ്വീകരിക്കണ്ടെന്നും അത് ഒരു പ്രാമാണികമല്ല എന്നൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതിൽ പറഞ്ഞിട്ടുണ്ട്? എത്രാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്? ആ പേജ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യ്. പ്രസംഗം ഇവിടെ നടക്കുന്നുണ്ട്, FB എടുത്തിട്ട് പോസ്റ്റ് ചെയ്യ്. വസീലത്തുൽ ശിർക്ക് എന്ന ഒരു വീക്ഷണം ഉണ്ട്, ആ വീക്ഷണം സ്വീകരിക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞത്, അത് പ്രാമാണികമല്ല എന്ന് പറഞ്ഞത്, അതിന് ഖണ്ഡനം എഴുതിയത് അല്ലേ? അപ്പോ ഇതൊക്കെ സുഹൃത്തുക്കളെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇനി നോക്കൂ നിങ്ങൾ, ഈ പറയുന്ന സാലിം കയും ജബ്ബാർ മദീനിയും റാഷിദ് കയും ഒക്കെ അച്ചാരം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരു പ്രബന്ധം എഴുതാൻ, ജിന്നിനോടുള്ള സഹായതേട്ടം ന്യായീകരിക്കാൻ ഒരു പ്രബന്ധം എഴുതാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ആരെടുത്തു നിന്ന് അച്ചാരം വാങ്ങിയത്? നിങ്ങൾക്കത് എങ്ങനെ അറിയാം? KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഞങ്ങൾ ഇരിക്കുന്നത്. സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പ്രാമാണികമായി തെളിയിക്കാവുന്നതേ പറയാവൂ. ആ ഇരിപ്പിടം മഹത്തരമായ ദൗത്യങ്ങൾ നിർവഹിച്ച ഒരു സംഘത്തിന്റെ ഇരിപ്പിടമാണ്. ഞാൻ ഇതെന്തിനാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൊണ്ടുവരുന്നത്? ഇദ്ദേഹമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രാമാണിക സ്രോതസ്. ഇദ്ദേഹമാണ് ഈ വിഷയത്തിന്റെ വൈജ്ഞാനിക വശം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇദ്ദേഹം പഠിപ്പിച്ചെടുത്ത നിലപാടിലൂടെ പോയപ്പോൾ ആ നിലപാടിനെ സ്വീകരിച്ചവരിലേക്ക് ശിർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ശിർക്കിന്റെ വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. ശിർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആഘോഷിക്കാൻ പറയുന്നതല്ല, നൊമ്പരത്തോടുകൂടെ, വേദനയോടുകൂടെ വൈജ്ഞാനിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് കാണിക്കേണ്ട സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ സംഘടനയും സംഘവും പ്രസ്ഥാനവും ഒക്കെ അവിടെ ഉണ്ടാകും. നമ്മുടെ ഖബറിൽ നമ്മൾ തനിച്ചായിരിക്കും. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. ഓരോരുത്തരും ഏകന്മാരായി വരേണ്ടി വരുമെന്ന ആ മഹത്തായ വാചകത്തെ, തത്വത്തെ നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കളെ വേദനയോടുകൂടെ, ഗൗരവത്തോടുകൂടെ ആലോചിക്കുക. ഇനി നിങ്ങൾ നോക്കി, ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ജിന്നിനോട് സഹായം ചോദിക്കൽ പാടില്ല എന്ന് എഴുതി വെച്ചത് മറച്ചുകൊണ്ട് അത് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അനീഫ് കായക്കൊടി, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണിച്ച ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് പേരോടിന്റെ പരിപാടിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത്? അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി കാണാവുന്ന വിധം, അത് അവരുടെ അഭിപ്രായം എന്നുള്ള നിലക്ക് കാണാവുന്ന വിധം ചെയ്തിട്ടുണ്ട്. ഇനി ഷെയ്ഖ് ഫൗസാന്റെ ഫത്വയിലെ ഒരു അക്ഷരത്തെറ്റ് അത് കണ്ട നിങ്ങളുടെ കണ്ണ് സാലിം കയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും എഴുതിയ അതിന്റെ ആദ്യ ഭാഗം, അതിലെ പ്രത്യേകമായ ഇല്ല ഇല്ല എന്ന് പറയുന്ന ഭാഗങ്ങൾ മറച്ചു വെക്കുന്ന, നുണ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ടീപ്പിനെ ന്യായീകരിക്കാനല്ലേ നിങ്ങൾ ഇത്രയും കളവുകൾ ഒപ്പിച്ചത്? KJUവിന്റെ സെക്രട്ടറി ഇത്രയും നുണകൾ, എത്ര നുണയോ, ഒറ്റ വാചകത്തിൽ എത്ര നുണ വരുന്നത്? ഈ കളവുകൾ മുഴുവൻ വന്നത് അതുകൊണ്ടല്ലേ, സങ്കടമുള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത് പറയുന്നത്. എന്നാൽ ടീപ്പിന്റെ വേറൊരു വാചകം ഞാൻ കേൾപ്പിച്ചുതരാം. എന്താ? അള്ളാഹുവിന്റെ കഴിവ് ശൈത്താന് കൊടുത്തു എന്ന് അദ്ദേഹം പറയട്ടെ. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മത്സ്യത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുകയും അള്ളാഹുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും ഈ സമൂഹത്തിൽ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാതെ വളർത്തിയെടുത്ത ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഇവരാണ് ഹൈർ ഉമ്മത്ത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഞാൻ ഇതിലേക്ക് ഒന്നും കടക്കുന്നില്ല, വളരെ വൈകാരികമായ ഒരു സമയമാണ്. ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഇപ്പോൾ കേൾക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇത് അദ്ദേഹം ഏത് ലേഖനം കണ്ടിട്ട് പറഞ്ഞതാ? അള്ളാഹുവിന്റെ കഴിവ് ശൈത്താന് കൊടുക്കുന്ന ഒരു ജനത വന്നു എന്നതിന്റെ തെളിവെന്താണ്? ഇത് തെളിയിക്കാൻ ക്ലിപ്പല്ലാതെ പിന്നെ ഖുറാനിൽ ആയത്തും ഹദീസും ഉദ്ധരിക്കുക? ഈ പരിപാടി ചെയ്യുന്നത് ഹാദാ ബുഹ്താനുൻ അദീം, അതിന് ഞങ്ങൾ ഖുറാന്റെ ആയത്ത് ഉദ്ധരിക്കും. ഇത് ഏറ്റവും കടുത്ത കുറ്റാരോപണമാണ്, ദുഷിച്ച ആരോപണമാണ് എന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പറഞ്ഞ എന്താ? ഇവിടെ പറഞ്ഞത് ഇത് പറഞ്ഞോവർ പറയും, ഇത് പറഞ്ഞാൽ ഇവർ പറയും ഞങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മുശ്രിക്കുകളാക്കണില്ലേ? നിങ്ങൾ ഈ നിയമത്തുല്ലാ ഫാറൂഖിയുടെ ഈ ഡയലോഗ് എന്ത് വെച്ച് ന്യായീകരിക്കും? അദ്ദേഹം പറയട്ടെ. അല്ലാണ്ട് തൊഴിലമാര് ജിന്നോട് തൊഴിൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല, കപടന്മാരാ നിങ്ങള്, ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്. അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. കണ്ടോ? തൗഹീദിലേക്ക് ക്ഷണിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കണ പോലെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ നന്ദിപ്പള്ളിന്റെ താക്കോൽ കൊടുക്കുന്നു KJUവിന്റെ സെക്രട്ടറി, പുതിയ സെക്രട്ടറി അല്ലേ? ഇത് ഞങ്ങൾ എങ്ങനെ തെളിയിക്കണം?
ഇത് ഞങ്ങൾ ഇങ്ങനെ തന്നെ തെളിയിക്കും, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രമാണങ്ങൾ ഉദ്ധരിക്കേണ്ടിടത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇനി ഉദ്ധരിക്കും ചെയ്യും. ഇതുകൊണ്ട് തീർന്നോ? അംർ ഇബ്നു ലുഹൈയിന്റെ സ്ഥാനത്തേക്ക് ജബ്ബാർ മൗലവിയാക്കി വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തിയുടെ സ്ഥാനത്തേക്ക് ആക്കിയപ്പോൾ കോഴിക്കോട് ആ വിഷയം നമ്മൾ ഉന്നയിച്ചു. അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ജസീറത്തുൽ അറബിലേക്ക് വിഗ്രഹവുമായി കടന്നു വന്ന അംർ ഇബ്നു ലുഹൈയിന്റെ പണിയാണ് ഈ എടുത്തു വെച്ചത് എന്നന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പോഴും ചില പൈങ്കിളി പ്രാസംഗികർ ആ പ്രസംഗത്തിന്റെ ഭാഗമെടുത്ത് കൽപ്പിച്ചുകൊണ്ട് എന്താണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരബദ്ധമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്തൊരാക്ഷേപമാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദ്യം പുലരുന്ന തരത്തിലാണ് ഇന്ന് പല കുറിപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെയുള്ളത് ഇങ്ങനെ ഒപ്പിച്ചെടുത്തിട്ട് ഇതിനൊക്കെ ന്യായീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മനുഷ്യന്മാരെ വിശ്വാസത്തിന്റെ നേരെയുള്ള ആക്ഷേപമാണ്. ശിർക്ക് ആ ശിർക്ക് ആ വ്യക്തി അതിന് ബാധ്യസ്ഥനല്ലെങ്കിൽ തിരിച്ചു വരുന്നാണ്. തിരിച്ചു വന്നത് കാണിക്കും ഞങ്ങൾ. 6 ഉദാഹരണങ്ങൾ ഇന്നിവിടെ കാണിക്കും, ബാക്കിയുള്ളത് പിന്നീടും കാണിക്കും. നോക്കൂ നിങ്ങൾ, ഇത്രയും ഗൗരവത്തോടെ ഇത് പറയുന്ന ആളുകൾ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഏറ്റവും അവസാന ഘട്ടത്തിൽ തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന്റെ അവസാന കാലത്ത് തന്നെ ഇസ്തിഖാമയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ എന്താ, അദ്ദേഹത്തിന്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞ എന്താ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ആ ബോധ്യം ശരിക്കും മുജാഹിദുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ 100% സ്ഥാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വളരെ കൃത്യമായി ചതിപ്രയോഗങ്ങളിലൂടെ നേടിയെടുത്തിട്ടും 2012 മുതൽക്ക് ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് ജാമ്യ അൽ ഹിന്ദ് പോലുള്ള വലിയൊരു സ്ഥാപനം, പീസ് റേഡിയോ പോലത്തെ സിസ്റ്റങ്ങൾ, അല്ലേ, 400-ലധികം പുതിയ പള്ളികൾ, ഓരോന്നും പ്രവർത്തകന്റെ കയ്യിൽ ഓഹരി വെച്ചുണ്ടാക്കിയത് ആദരണീയനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കുറിച്ച് അദ്ദേഹം അംർ ഇബ്നു ലുഹൈയിന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ ഇതേ വ്യക്തികൾക്ക് സംവാദങ്ങളിൽ ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാക്കി കൊടുത്തു. കോഴിക്കോട് പരിപാടിയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പ്രൂഫ് പോയിന്റിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ കയ്യിൽ നിന്ന് വിജ്ഞാനങ്ങൾ നുകർന്ന് പഠിച്ചുപോയ ആൾക്കാരാണ്. ഇനി നോക്കട്ടെ, ഈ വേദിയിൽ ഇതിങ്ങനെ പറയുന്ന ആളുകളെ തിരുവനന്തപുരത്ത് വിശദീകരണ യോഗത്തിന് ചെന്നപ്പോൾ ഇതേപോലത്തെ പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് ആൾക്കാരല്ലേ ഒരെണ്ണം വളഞ്ഞു, ചുറ്റുണു നിന്നു. എവിടെയാണ് പ്രാർത്ഥിക്കാന്നുള്ളതിന്റെ തെളിവ് കാണിച്ചിട്ടേ വിടാവൂന്നറിഞ്ഞു. നിയമത്തുള്ള ഫാറൂഖിന്റെ ഒക്കെ പ്രസംഗം സമൂഹത്തേക്ക് എത്തിയതല്ലേ? ജനങ്ങളോട് ചോദിച്ചപ്പോ അംർ ഇബ്നു ലുഹൈയിന്റെ പണിനെ കുറിച്ച് അല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കാന്നുള്ള അഭിപ്രായം ഉണ്ട് എന്നല്ല പറഞ്ഞത്, അനുവദനീയമാണെന്നുള്ള അഭിപ്രായം ഉണ്ട് എന്നല്ല പറഞ്ഞത്. അനീഫ് കായക്കൊടി, ഇതേ KJ-യുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അന്ന് പറഞ്ഞത് എന്താ, അദ്ദേഹം ഒന്ന് പറയട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. കണ്ടോ? അപ്പോ അനുവദനീയാണെന്നല്ലേ ഇത്രയും നേരം പറഞ്ഞത്? അനുവദനീയാണ്, പ്രാർത്ഥിക്കാം, അള്ളാഹുവിന്റെ കഴിവ് ജിന്നിനുണ്ട്.
ഇത് ആൾക്കാരാണ് വളഞ്ഞാണ് ചോദിച്ചപ്പോൾ അതുണ്ടായത്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ കുറച്ചും കൂടിയും വേഗത്തിൽ ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് വരുന്നു. എന്താണ് ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയ ആളുകൾ ഇപ്പോൾ അത് തുടരുകയാണ്. കോഴിക്കോട് പിന്നെ ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ നിന്ന് മുജാഹിദുകൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് മൂപ്പര് പറയുന്നുണ്ട്. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ നിന്ന് മുജാഹിദുകൾ തിരിച്ചു പോകുന്നത് എല്ലാവരും ഹൃദയത്തിലുള്ളതൊക്കെ അറിയണ പരിപാടിയാണ് മൂപ്പരൊന്ന് പറയട്ടെ. അസ്ർ നമസ്കാരത്തിന് ശേഷം ഈ സമയം വരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിന്? അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ, സമാധാനത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ എന്താ അവരുടെ മനസ്സിലുള്ള സമാധാനം? ഇവിടെ വരുന്നവരെ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്ത് ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണോ? ഇപ്പൊ സമാധാനായി, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ഒക്കെ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോയവരെയാണോ മുവഹിദുകൾ എന്ന് വിളിക്കേണ്ടത്? കണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, ശുദ്ധമായ ശിർക്കാരോപണം അവിടുന്ന് തിരിച്ചു പോകുന്ന ആളുകളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയാണ്, അത് റബ്ബിനറിയാം. ഞങ്ങൾ റബ്ബിലേക്ക് വിടുകയാണ്. ഈ പറയുന്ന ഇതേ നാണയത്തിൽ നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ കുഫറിലാണ് എന്നിങ്ങനെ പറയല്ല. മറിച്ച് ഒരു വൈജ്ഞാനിക വിഷയം അത് ദുരുദ്ദേശത്തോടു കൂടെ കൈകാര്യം ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. എന്താണ് ആ സംഭവം? ആ സംഭവം മറ്റൊന്നുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വ്യക്തി ഒരാൾക്കെതിരിൽ ശിർക്ക് ആരോപണം നടത്തിയാൽ, കുഫ്റിന്റെ ആരോപണം നടത്തിയാൽ, ലയർമി റജുലൻ ബിൽ ഫുസൂഖി വല യർമിഹി ബിൽ കുഫർ ഇല്ലർതദ്ദത് അലൈഹി ഇല്ലം യകുൻ സാഹിബുഹു കദാലിക്. ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത, ഫിസ്ഖില്ലാത്ത ആളുകൾക്ക് നേരെ അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് തിരിച്ചു വരുന്നതാണ്. നമ്പർ 1. ഒന്ന്, ഇവർ ഈ 12 കൊല്ലത്തെ ഇതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താ? സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുണ്ടാക്കിയ പള്ളി, അവർ കഴുകിയിരുന്ന പള്ളി, അല്ലെ, അവർ സംരക്ഷിച്ചിരുന്ന പള്ളി പോയതാണോ? വാപ്പ പിണങ്ങിയതാണോ? അതിലേറെയൊക്കെ വലിയ നഷ്ടങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു. ആ അടിത്തറ ആദ്യം പൊളിച്ചത് സലാം സുല്ലമിയാണ്. സലാം സുല്ലമിയുടെ അടിത്തറ ഒന്ന് കേട്ടോളൂ. അതാണ് അദ്ദേഹത്തിന്റെ തൗഹീദ്. ജിന്നും മലക്കും അഭൗതികമായ സൃഷ്ടികളാണ്. ഇതേ അടിത്തറയുള്ള വേറൊരു ടീം ഇവിടെ ഉണ്ട്, സമസ്തക്കാർ. അവർക്ക് ഒന്നും കൂടിയും കൂടും. അവർക്ക് എന്താ കൂടുക? അവർക്ക് കൂടുക ഔലിയാക്കള്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓരോ പ്രദേശത്തും ഓരോ ശാഖയിലുള്ള മനുഷ്യന്മാരെ നിരത്തി കാഫറാക്കാൻ വേണ്ടിയാണ് ഇത് പറയണത്. ഇത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലുള്ള വിഷമം എന്താ അറിയോ? ഇവർ ഓരോ ദിവസവും കൂടുതൽ ആരോപണങ്ങളായിട്ട് വരികയാണ്. കാരണം 2012 മുതൽ പണിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല. 6 മാസം കൊണ്ട് മൊത്തം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് എന്താ ഉണ്ടായത്? വീഡിയോ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലേ? എന്താ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഞാൻ കൊണ്ടുവരുന്നു. അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്. നമ്മളെ മുസ്ലിങ്ങളുടെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അഭൗതികത്വമുള്ള ആൾ ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ലാന്ന് വിശ്വസിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ മലക്കുകൾ വിശ്വസിക്കാൻ പറ്റൂല. മലക്കുകൾക്ക് അഭൗതികത്വമുണ്ട്. അഭൗതികത്വമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ അഭൗതികത്വമുള്ള കുറെ ആളുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആകാശഭൂമികൾ നാശമടയൊന്നും പറയാൻ പറ്റൂല. അപ്പോ ദൈവമാക്കുക. ഓക്കെ, അപ്പൊ അഭൗതികം, മലക്ക ഭൗതികാണ്, ജിന്ന ഭൗതികാണ്, ഔലിയാക്കൾ അഭൗതികാണ്. ആ അസ്ലാണ് ആർക്കുള്ളത്? സമസ്തക്കാർക്കുള്ളത്. അതേ അസ്ലിലേക്ക് അബ്ദുറഹ്മാൻ സലഫി ഈ സംഘടനയെ കൊണ്ടുപോകണം. അദ്ദേഹം പറയട്ടെ. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് പറയുന്നത്. ഏത് 2007 മുതൽ 2002 മുതൽ മൂപ്പർക്ക് ഇതൊന്നും അങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്നൊരു ദിവസമായി. അഭൗതിക കഴിവാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്.
ഗൈബിയായതാണ്, അല്ലേ, അദൃശ്യമായതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതേതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞൊന്നുമല്ല, സംസ്ഥാന സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇതേ കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോളൂ. അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ്, അഭൗതികമാണ്. ആ ജിന്നിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ, നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ? അല്ല. അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്, അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ആ കഴിവും അഭൗതികമാണ് എന്നുള്ളിടത്തെത്തി. ഇനി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഈ വാദം, സമസ്തയുടെ വാദം, നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എത്തിപ്പെട്ട വാദം, ശിർക്കൻ വാദം, വിശ്വാസത്തിന് കളങ്കം ചാർത്തപ്പെട്ട വാദം, തൗഹീദിന്റെ അടിത്തറയിളക്കുന്ന വാദം തെളിവ് കൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കേട്ടോളൂ. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. കേട്ടല്ലോ. അപ്പൊ ഇതിപ്പോ ഈ ഭൗതികാഭൗതികം ഇപ്പൊ ചില ആൾക്കാർക്ക് താല്പര്യമില്ല. ഇവിടെ വന്ന് അനസ് മൗലവി നടത്തിയത് ഇവർക്ക് ഇങ്ങനെ ഭൗതികാഭൗതികം എന്നൊക്കെ പറഞ്ഞ കുറെ സംവിധാനം ഉണ്ട് എന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ വ്യാഖ്യാന പ്രകാരം അത് ശിർക്കല്ല. കാര്യം ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ഈ സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ തൗഹീദിലുള്ള കാലത്ത് നിങ്ങൾക്ക് തെറ്റായ അജണ്ടകൾ കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ സത്യമായി പറഞ്ഞിരുന്ന കാലത്ത്. അതുകൊണ്ട് അനസ് മൗലവി അത് നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങളെ ക്ലിപ്പന്നെ ഇടണം. അത് ഖുർആനിൽ നിന്ന് കിട്ടൂല. അനസ് മൗലവിന്റെ കൗലല്ലല്ലോ ഖുർആനിലുള്ളത്. അതുകൊണ്ട് അനസ് മൗലവി വൃത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ. നിനക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? ഞങ്ങൾക്ക് ഈ ജാതി പ്രയോഗങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ച ശീലമല്ല, അല്ലെങ്കിൽ പറയാൻ അറിയായിട്ടൊന്നുമല്ല. പക്ഷെ ഇതിനൊരു ഇബാദത്തായി കാണുന്നുണ്ട്, അതിനൊന്നും പറയണില്ല. 3 പുസ്തകങ്ങളിലുള്ളതാ മൂപ്പർ ഉദ്ധരിച്ചത്. മൂപ്പര കൗലല്ല, അല്ലേ, മൂപ്പര തൊള്ളയല്ല. 3 പുസ്തകങ്ങൾ. ആരാ? KM മൗലവി സാഹിബിന്റെ പുസ്തകം. എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യാനോ ദോഷം വരുത്താനോ ഉപകാരത്തെ തടയാനോ ദോഷത്തെ നീക്കാനോ ഉള്ള മറഞ്ഞതായ അധികാര ശക്തി, ആദിയായ സബബുകൾക്കപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്കാർക്കും ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കുമില്ല. മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഹയവാത്തിനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കും ഇല്ല, ഒന്നിനുമില്ല. അങ്ങനെയുള്ള മറഞ്ഞ അധികാര ശക്തി ഏതൊരു വസ്തുവിലുണ്ടെന്ന് ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത്. ഈ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കമത്രേ ഇബാദത്ത്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, നല്ലോണം ആലോചിച്ചോളൂ. സംഘടനയുടെ ലേബിൾ പറഞ്ഞ്, ഓഫീസ് പറഞ്ഞ്, ലെറ്റർ ഹെഡ് പറഞ്ഞ് മറുചേരിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ, തൗഹീദിന്റെ അടിത്തറ ഇളക്കിയിരിക്കുന്നു. ഈ ആരുണ്ടാകൂല. നമ്മളെ ഖബറിൽ ചരിച്ചു കിടത്തും, മുകളിൽ പോയി കല്ല് വെക്കും, മണ്ണിട്ട് ജനം തിരിച്ചു വരും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഓർത്താലായി. എന്നാൽ നമ്മൾ നമ്മുടെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുകയാണ്. അല്ലാഹുവല്ലാതെ ജമാദാത്തിനോ മലക്കുകൾക്കോ ആർക്കും ഇങ്ങനൊരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഇലാഹാക്കലാണ്, ശിർക്കാക്കലാണ്. ഇതെങ്ങനെ വന്നത്? മുജാഹിദികൾക്കെതിരിൽ ശുദ്ധമായ ശിർക്ക് ആരോപിച്ചപ്പോ
തൗഹീദിന്റെ അടിത്തറ പൊളിഞ്ഞു. അതുകൊണ്ട് വന്നതാണ്. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ ഞാൻ വായിക്കാം. ഖുർആൻ പരിഭാഷ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. ഇസ്ലാം എന്ന് പുറത്താണോ? കെ മൗലവി ഇസ്ലാം എന്ന് പുറത്താണോ? ഇവർക്കിപ്പോ ജിന്ന് പിന്നെ എന്താ പറയാ, ഭൗതികം അഭൗതികം കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തൗഹീദിലുള്ളത്, ഞങ്ങൾ അഹ്ലുസുന്നത്തിന്റെ ഒപ്പം ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതുണ്ടാകും. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. അഭൗതിക കഴിവ് എന്ന് നാം പറയുമ്പോൾ അല്ലാഹു സൃഷ്ടികൾക്ക് നൽകിയിട്ടില്ലാത്ത കഴിവാണ്. അത് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? ഇതിപ്പോ എന്താ, ഇത് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ഏതാ ഇത്? 2013 വന്ന പുതിയ മാറ്റാണ്. 2013 വന്ന പുതിയ മാറ്റാണ്. അതുകൊണ്ട് തീർന്നില്ല. 2013 വന്ന ഈ മാറ്റം വിചിന്തനം പക്ഷേ നേരത്തെ ശക്തമായി ഇതിനെ വിമർശിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? തൗഹീദിന്റെ അടിത്തറ ഇളക്കി. തൗഹീദിന്റെ അടിത്തറ ഇളക്കിയ സുഹൃത്തുക്കളെ പിന്നെ ഒന്നിച്ചിളകും. അപ്പം എന്ത് ചെയ്തു? ജിന്നും മലക്കും പ്രാർത്ഥന കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ കേൾക്കുന്നതാണ് ഉത്തരം. ആരാണ് ഈ പറയുന്നത്? തൗഹീദിന്റെ വേദികളിൽ നിന്ന് നിങ്ങൾ അവരെ വിളിച്ചാൽ അവരുടെ വിളി നിങ്ങൾ കേൾക്കും. അല്ലാഹു അല്ലാതെ മലക്കുകളോ ജിന്നുകളോ അല്ലെങ്കിൽ യാതൊന്നും തന്നെയും കേൾക്കുകയില്ല എന്ന് പ്രസംഗിച്ച് നടന്ന ആളുകൾ, അതിനുവേണ്ടി സംവാദം നടത്തിയ ആളുകൾ, ചോദ്യ ഉത്തരവും നിങ്ങൾ കേട്ടോളി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫൈസൽ, സ്ഥലം ചേലാമ്പ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. എന്നെ അവസരം തരികയാണെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലമിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അത്തീദിന്റെ വിഷയം. റക്കീബ് അത്തീദിന്റെ വിഷയം നാസർ സുലമി പറഞ്ഞു, കായക്കൊടിയും പറഞ്ഞു. അതില് റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താല് ആ ദുആ റക്കീബ് അത്തീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കുമെങ്കിൽ കേൾക്കുന്ന് നാസർ സുലൈമി ഉത്തരം പറയാം, കേൾക്കൂലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സുലൈമി ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും. റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അതുകൊണ്ടാണ് നാസർ സുലമി ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് മലക്കുകളെ വിളിക്കുന്നു. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ കേൾപ്പിച്ചല്ലോ. മലക്കുകളെ വിളിക്കുന്നു. ആ ദുആ ആര് കേൾക്കുന്നു? ആര് കേൾക്കുന്നു? ശൈത്താൻ കേൾക്കുന്നു. എന്നിട്ട് ശൈത്താൻ അതിന് ഉത്തരം ചെയ്യുന്നു. പരലോകത്തെ ഓക്കെ. അപ്പോ മലക്കുകളും ജിന്നുകളും പ്രാർത്ഥന കേൾക്കുമെന്ന് വെച്ചാൽ കേൾക്കുന്നാണ്, അല്ലേ? കേൾക്കുന്നാണ് ഇവരെ വാദം. മലക്കുകൾ അതിൻ്റെ പദങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും പിന്നെ അത്തരം കാര്യങ്ങളും കേൾക്കും. എന്നാലോ ഒരു മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും അടങ്ങുന്ന പ്രാർത്ഥന അത് എങ്ങനെ മലക്ക് കേൾക്കും? അതിന്റെ തെളിവെന്താണ്? ഖുർത്തുബിനെ ഉദ്ധരിച്ചു. ഖുർത്തുബിന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നാസർ സുല്ലമി പറയുന്ന വിഷയം അവസാനം ഖുർത്തുബി നാസർ സുല്ലമി പിൻവലിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം, അപ്പൊ ഞങ്ങൾ ബാക്കി പറയാം കേട്ടോ. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ മലക്കിനോട് അടുത്തത് പറയാണ്. മൂന്നാമത്തെ കാര്യം, തൗഹീദ് പൊടിഞ്ഞ് പാസ്സാകാണ്. ഇത് ഏതെങ്കിലും ഒരു 4 വരി വായിച്ചിട്ട് വ്യാഖ്യാനിക്കണതല്ല, നേരിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയണത്. ജബ്ബാർ മൗലവിയുടെ 4 വരി, സാലിം ഖാന്റെ ഒളിപ്പിച്ചു വെച്ച വരി, ഇത് ഞങ്ങളെടുത്തുള്ളത്. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന വരിയുള്ളത്. ഞങ്ങൾ പറയണത് അതല്ല. നിങ്ങളെ കൂട്ടത്തിലൊരു വ്യക്തി ഞങ്ങളോട് അരിശം മൂത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞെന്താ അറിയോ? പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മലക്കുകളോട് പ്രവാചകൻ ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് കേട്ടോ? പ്രവാചകന്മാരുടെ അല്ലാതെ എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ളാഹി തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും മലക്ക്. ഞങ്ങളിത് വെച്ച് ആഘോഷിക്കൂല, ഇത് വെച്ച് ആർമാദിക്കൂല. ഞങ്ങൾ ഇത് വെച്ച് ഓരോ KNM പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യൂല. ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഡോക്യുമെന്ററിയിൽ ഈ വിഷയം കാണിച്ചിട്ടുണ്ട്. ഈ ദിവസം വരെ അദ്ദേഹത്തെ തിരുത്തിയിട്ടില്ല. തിരുത്തിയതായി ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നിങ്ങൾക്കതൊന്നൊരു പ്രശ്നമായി തോന്നൂല. കാരണം
തൗഹീദ് കയ്യുന്നു പോകുമ്പോണ്ടാണ് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ. ഇനി നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ ആണിക്കല്ലിളക്കി ശിർക്കിൽ വീഴുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. എവിടെ? സംവാദവേദിയിൽ വെച്ച് നോക്കൂ നിങ്ങൾ. വളരെ കൃത്യമായി മുൻഗാമികൾ പഠിപ്പിച്ച പി.കെ. മൂസ മൗലവിയുടെ ഒരു വാചകം ഞാനിവിടെ വായിക്കുകയാണ്. പി.കെ. മൂസ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നു? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അഭൗതികമായി വല്ലതും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ പോലും ശിർക്കാണ് എന്നാണ്. അപ്പോൾ അഭൗതിക മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തിവെക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും വിശ്വാസവും പ്രവർത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു. അഥവാ മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമല്ല ശിർക്ക് വരിക. പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് നമ്മളെ കാക്കും സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ഇവിടുത്തെ അഹ്സനിയോട് സംവാദത്തിന് പോയിട്ട് അഹ്സനി ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്ക്. അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെങ്കിലും മുശ്രിക്കായി. നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ ചോദ്യമാണ്, ഒരു അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഓക്കെ, അപ്പൊ കേട്ടല്ലോ എന്താ ചോദ്യം? ജിന്നും മലക്ക് അഭൗതികാണ്. അഭൗതിക മാർഗത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് തന്നെ ശിർക്കാണ്. അപ്പോ സിഹറിൽ വർക്ക് ചെയ്യണതാരാ? പിശാച്ചാണ്. സ്വാഭാവികമായിട്ടും പിശാച്ച് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ എന്ന് വെച്ചപ്പോ വിശ്വസിച്ചാൽ ശിർക്കാവൂല, പ്രാർത്ഥിച്ചാലേ ശിർക്കാവുള്ളൂ. അനീഫ് കായക്കൊടി പറയട്ടെ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹിർ ചെയ്യുന്ന അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാ ഞങ്ങളോട് നേരത്തെ മലക്കുകൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. അവര് തക്ബീറുമല്ലേ, ഇത് കണ്ടിരുന്ന ഓരോ മുജാഹിദ് ഉള്ളിൽ കരഞ്ഞു. കാരണം തൗഹീദ് പ്രസംഗിക്കുന്ന ഈ വ്യക്തിയോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ആ വേദിയിൽ വെച്ച് ശിർക്ക് സമ്മതിച്ചു വരികയാണ്. ഈ പറയുന്ന ഹനീഫ് കായക്കൊടി പറഞ്ഞ ആ വാചകത്തിന് നമ്മൾ ജിന്നിനെ മാറ്റിയിട്ട് അവിടെ നിന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വെച്ച് നോക്ക്. മൊഹീദ്ദീൻ ഷെയ്ഖ് പ്രാർത്ഥിക്കണേ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്ക് വരും. എന്നാൽ മൊഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാലോ ശിർക്ക് വരൂല. നമ്മളെ മൊഹീദ്ദീൻ ഷെയ്ഖുമായിട്ട് കണക്ട് ചെയ്യാല്ലേ തീവ്രയത്ന പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലമായി? മരിച്ചവരുമായിട്ടുള്ള പ്രാർത്ഥനയോട്ട് തട്ടിക്കാൻ തുടങ്ങിയിട്ട്. സുഹൃത്തുക്കളെ, ഒപ്പിച്ച് വളച്ചു കെട്ടി ഉണ്ടാക്കിയതല്ല, ഡയറക്റ്റായ കാര്യങ്ങളാണ് പറയുന്നത്. 4 കാര്യം പറഞ്ഞല്ലോ, ഇനി 5ാമത്തത് കേട്ടോ. മാത്രം എടുത്ത് ഒഴിവാക്കി ഫാത്തിഹീന്ന്. അക്ബർ സാഹിബ് പറയട്ടെ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആ കാര്യത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിലെ വഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കേട്ടോളൂ. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി. ഓക്കെ, അപ്പോൾ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്നാണ്.
ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിലെ ഈ രണ്ടും അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അതിൽ നിന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു. കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ ഇതേ വാദഗതി അവതരിപ്പിച്ച അബ്ദുറഹ്മാൻ സലഫിക്ക് മറുപടിയായി ഫൈസൽ മൗലവി വിശദമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. സമയപരിധി പരിഗണിച്ച് നിങ്ങൾ അതൊന്ന് റഫർ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് അപകടങ്ങളുണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് അപകടങ്ങളുണ്ട്. ഒന്ന്, ഈ ആയത്ത് ഇറങ്ങുന്നതുവരെ ഇത് മക്കിയായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ, മദനിയായ സൂറത്താണ്, പിന്നെ മദീനയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു മായിദ. ഇത്രയും കാലം നബിയും സ്വഹാബത്തൊക്കെ എന്ത് സഹായം ചോദിച്ചാലും ആ സഹായം മുഴുവൻ ശിർക്കായിരുന്നു എന്ന് വന്നു. മാത്രല്ല, ആരെങ്കിലും ഒരാൾ പിന്നെ അമൃതാനന്ദമയ്യോട് പോയിട്ട് അമൃതാനന്ദമയ്യ അമ്മയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ സഹായം മനുഷ്യനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലാതായി മാറുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. കഴിഞ്ഞ പ്രൂഫ് പോയിന്റിലെ ആ ഭാഗം നിങ്ങളൊന്ന് റഫർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ ഒഴിവാക്കുകയാണ്. ഇനി തൗഹീദിന്റെ നിർവചനം തിരുത്തി. സൃഷ്ടിയുടെ കഴിവ്, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ എന്നായിരുന്നു ഇത്രയും കാലം പ്രയോഗിച്ചത്. അതിപ്പോ സൃഷ്ടിയുടെ കഴിവാക്കി എന്നാണ്. കേട്ടോളൂ നിങ്ങൾ, അനസ് മൗലവി പറയട്ടെ. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഹുസൈൻ മൗലവി പറഞ്ഞതുപോലെ അല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അള്ളക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം, ഈ വാദമാണ് ഹുസൈൻ മൗലവി പിന്താങ്ങുന്ന വാദം. ഓക്കെ, ഇനി ഇതേ വാദം മുമ്പ് 2007 നമ്മളെ ശിർക്കാരോപിച്ച ആളുകൾ ജിന്നിനി മലക്കിനെ അബൗദികാക്കിയപ്പോൾ അവരുന്നയിച്ചിരുന്നു. അന്ന് ഇതിന് ശക്തമായ മറുപടി കൊടുത്തത് അനസ് മൗലവി ആയതുകൊണ്ട് മൂപ്പരെ തന്നെ ഏൽപ്പിക്കാം. മൂപ്പര് പറയട്ടെ. എന്താ പറയുന്നത്, പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിയെന്ന പുതിയ നിർവചനം ഉണ്ടാക്കിയെന്ന കാര്യമായിട്ട് മൂപ്പര് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്തോ പുതിയത് ഉണ്ടായിന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമിന് എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യമുല്ലാക്ക് ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അശ്വനിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്നും നിങ്ങൾ ഓക്കെ. അപ്പൊ അത് ആ ഭാഗമൊക്കെ ഇട്ട് അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. സമയം പരിഗണിച്ച് ബാക്കി പഠിപ്പിച്ചു കൊടുക്കണേ ഞാൻ ഇടണില്ല. അദ്ദേഹം പഴയ KM മൗലവിൻ്റെ പുസ്തകങ്ങളും മറ്റൊക്കെ ഉദ്ധരിച്ച് അത് ശക്തമായി വാദിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു അസ്ല് തിരുത്തിയപ്പോൾ ജിന്നും മലക്കും അഭൗതികമാണ്, അവരുടെ കഴിവുകൾ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് എന്നൊക്കെയുള്ള കഴിവുകൾ അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണെന്നൊക്കെ വാദിച്ചപ്പോൾ എന്തൊക്കെ നഷ്ടമുണ്ടായി? ഒന്നും പറയാൻ പറ്റാതായി. ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുന്നു പറഞ്ഞാൽ എന്താ? അതോടുകൂടെ ശിർക്കായി. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസും ആരും നിഷേധിച്ചു? CD പിന്നെ മർക്കസുദ്ദാവ വിഭാഗം നിഷേധിച്ചു. അവരിൽ നിന്ന് ഈ ഐക്യത്തിലായി വന്ന ആദരണീയരായ വ്യക്തികളോ അവരുടെ നിലപാടോ ഈ അടുത്ത് അൻസാർ നന്മണ്ട ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ KJU എന്നെ തിരുത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. അതിനുള്ള മറുപടിയുമായി ഇന്ന് അസർ നമസ്കാര ശേഷം മഗ്രിബിന്റെ മുമ്പ് ആദരണീയനായ ഹുസൈൻ മടവൂർ രംഗത്ത് വന്നത്. ഹുസൈൻ മടവൂർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം നിങ്ങൾ കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും എന്ന, പിശാച് പ്രവേശിക്കുമെന്ന വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ബുസ്താനുൽ ഉലൂമിൽ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നു. ആ പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. എന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കി. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തമൊഴുകുന്ന സ്ഥലത്ത് കൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. എന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ
ഓക്കെ, ഇത് KJU തീരുമാനമെടുത്തതാണ്. ജിന്നുബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റോ പ്രയാസങ്ങളോ ഉണ്ടാകും. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തത് പുസ്തകം ഇറക്കിയപ്പോൾ ആ പുസ്തകത്തിൽ കൊടുത്തു എന്താ, എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവണത അംഗീകരിക്കാൻ കഴിയുകയില്ല. അവയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവണത അംഗീകരിക്കാൻ കഴിയുകയില്ല. ഖുർആൻ പറയുന്നത് നോക്കൂ, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പലിശ തിന്നവൻ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും എഴുന്നേൽക്കുക. മനുഷ്യനെ പിശാച് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ത്വബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കത്തീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. KJUവിന്റെ ഫത്വക്കും തീരുമാനത്തിനും നേരെ എതിരാണ് ആര് ഇപ്പോൾ ഹുസൈൻ മടവൂർ പ്രസംഗിച്ചത്. നമ്മൾ അവിടെ നിന്നാൽ തന്നെ നമുക്ക് നമ്മളെ കാര്യമൊക്കെ നടക്കും എന്ന് അദ്ദേഹം അയച്ച വോയിസ് ക്ലിപ്പുകളുണ്ട്, ഞാൻ കേൾപ്പിക്കണില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ജിന്നുബാധ പോലത്തെ ഒരു വിഷയം പറയുമ്പോൾ ജിന്നുബാധ പോലത്തെ ഒരു വിഷയം പറയുമ്പോൾ ഉടനെ ആളുകൾ വിചാരിക്കെന്താ, എന്നാ പിന്നെ ജിന്നുമ്മാന്റെ അടുത്തേക്ക് പോകാനാണ് ഇത് പറയുന്നത്. കണ്ണേറിന്റെ വിഷയം പറയുമ്പോൾ ഉടനെ എന്താ വിചാരിക്കുക, എന്നാ കരിങ്കണ്ണ നോക്ക് എഴുതി വെക്കാനാണ് ഇത് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതിന് ഇസ്ലാമികമായ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. അത് KM മൗലവി സാഹിബ് തന്റെ ഫത്വയിൽ ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. KM മൗലവിയുടെ ഫത്വ യുവത പ്രസിദ്ധീകരിച്ചത്. ഇവിടെയാണ് ഞങ്ങളുള്ളത്. ഇത് തുറന്നു പറയാൻ ഇന്ന് അനസ് മൗലവിക്ക് പറ്റണില്ല. ഇവിടെ ചോദിച്ച ചോദ്യങ്ങളെ കൃത്യമായി സ്വലാഹി ഇവിടെ അവലോകനം നടത്തും. ഇത് ചോദിക്കുമ്പോൾ ഇത് നമുക്ക് മൂപ്പര് വരൂല. എന്താ കാരണം എന്നറിയോ? സംഘടനാ ഡിസിപ്ലിൻ, ആദർശ ഡിസിപ്ലിൻ അബ്ദുറഹ്മാൻ സലഫി പഠിപ്പിച്ചതാണ്. മുണ്ടിയ പൊട്ടണ ഐക്യം നമ്മൾ ഉണ്ടാക്കിയത്. ഐക്യത്തിലാകുന്നത് നല്ലതു തന്നെ, പക്ഷേ തൗഹീദിനെ പൊളിച്ചിട്ടല്ല ഐക്യമാകേണ്ടത്. 6 പോയിന്റുകൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. ഇനിയും നമുക്ക് പറയാനുണ്ട്. അങ്ങനെയല്ല ഐക്യത്തിലേക്ക് വരേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ വേദനയും വിഷമവുമാണ് സുഹൃത്തുക്കളെ തോന്നുന്നത്. ഏതാനും മിനിറ്റുകളിലൂടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇപ്പോൾ സംവാദ വെല്ലുവിളികളുടെയും ഒക്കെ കാലാണ്. സംവാദ വെല്ലുവിളി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അണയണില്ല. വീറോടുകൂടെ സംവാദം നടത്തിയത് ഒന്നിച്ചിവിടെ ക്ലിപ്പാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് സംവാദങ്ങളിൽ മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ പറയണല്ലോ. ആദ്യത്തെ സംവാദം പന്നിപ്പാറയായിരുന്നു. പന്നിപ്പാറയിലെ ഒരു രംഗം നമുക്ക് കാണാം. സ്വാലിഹ് ആലു ശേഖനെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം എന്ന വേർതിരിവ് ഈ വിഷയത്തിലില്ല. മുസ്ലിം ജിന്നിനോട് ചോദിച്ചത് ശിർക്കല്ല എങ്കിൽ അതേ ചോദ്യം കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന മുസ്ലിം വിശദീകരിച്ചത്. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്. ഇസ്തിആനത്തിന്റെ ഇനങ്ങൾ അത് എന്താണ്? അത് ഒന്നും അനുവദനീയമല്ല ജിന്നിനോടുള്ളത്. ഫമിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കായതുണ്ട്. കൽ ഇസ്തിആനതി ബിശൈത്വാനിൽ ജിന്നി യഗ്നി അൽ കുഫാർ, കാഫിറായ ജിന്നിനോടുള്ളത് ആ ശിർക്കിൽപ്പെട്ടതാണ്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്ക്, അതിൽ വസീലത്തുൽ ശിർക്കായിട്ടുള്ള ഇസ്തിആനത്തുണ്ട്. കൽ ഇസ്തിആനതി ബിമുസ്ലിമി അൽ ജിൻ. ഓക്കെ, അപ്പോ ഇത് 2 തരം ഇല്ലാന്നാണല്ലോ. ഒന്നേ ഉള്ളൂ, ഒക്കെ ശിർക്കാന്ന് പറയണമെന്നാ വേദിന്ന് ഇതിങ്ങനെ വായിക്കുക. അപ്പൊ ഫൈസൽ മൗലവി ഒന്ന് വാങ്ങിയിട്ടൊന്ന് രണ്ടാമതൊന്ന് വായിച്ചു കൊടുക്കുന്നുണ്ട്, കേട്ടോളി. ഫൈസൽ മൗലവി വാങ്ങാണ്. അൽഹംദുലില്ലാ 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 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാലും മതിയാവില്ല. രാവിലെ മുതൽ ഇതുവരെ ഞാൻ എന്താണോ പറഞ്ഞത് അതാണ് ഒപ്പം സാധിച്ച് വായിച്ചത്. എനിക്ക് എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വേണമെന്നില്ല. ആ ചോദ്യം വേണമെങ്കിൽ പിൻവലിക്കാനാണ് ഓക്കെ, ആ ചോദ്യം പിൻവലിച്ചു. വിഷയം തെളിഞ്ഞു. സംവാദത്തിൽ ഉണ്ടായതാണ്. സംവാദം വേണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നടന്ന സംവാദങ്ങൾ. ചില കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റും പന്തും കയ്യിലുള്ള കുട്ടി എന്ത് ചെയ്യും? ഔട്ടാവാൻ പറയും നമുക്ക് അയച്ചാൻ കൊഴിച്ചാൻ കളിക്കണം എന്നറിയും, അല്ലേ? കാരണം ഓൻ കളി പൊട്ടിയതാണ്. ഓരോ സംവാദത്തിലുണ്ടായതാ. ഇയാൾ വായിച്ച ഇതേ ഫത്വ ഇനി എന്താ സംഭവിച്ചത്?
അത് ഞാൻ എപ്പോഴോ തോട്ട് കിട്ടതാണ്, അടുത്ത ചാൻസ് കയറിയിട്ട്. അദ്ദേഹം പറയട്ടെ. ഈ ഫത്വ കൊണ്ടത് എന്തെങ്കിലും തോട്ടിലിട്ടതാണ്. പക്ഷേ ഫൈസൽ മൗലയെ തോട്ടുന്ന് എടുത്തു, ഒന്നുകൂടി എടുപ്പിച്ചു. ഫൈസൽ മൗലയ ഒന്ന് പറയട്ടെ. ഈ ഫത്വ എന്നോ തോട്ടിട്ടതാണ്. പണ്ടേട്ടകൾ ഞാനാ തോട്ടുന്നത്, ഞാനാ തോട്ടെടുത്തത്, ആരാണ് തോട്ടെടുത്തത്, എന്താണ് കൊണ്ടുവന്നത്? ഇത് വല്ലാത്ത കൽപ്പനല്ലേ? സാധാരണ ഖുർആൻ ഒരു കിതാബ് വായിക്കുക, അപ്പുറത്തേണ്ടല്ലോ ആ കിതാബ് ഞാൻ എന്ത് ഞാൻ. ഓക്കെ, ആ സംവാദത്തിന്റെ സംഘാടകനായ എൻ്റെ സുഹൃത്ത് പ്രിംറോസ് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു. അതിങ്ങനെയാണ്: ഈ ഫത്വ എന്നോ തോട്ടിട്ടതാണ്. പണ്ടേട്ടകൾ ഞാനാ തോട്ടുന്നത്. അതിന്റെ സമയത്തുള്ള ഫത്വയാണ് ആൽ ഷെയ്ഖിൻ്റെത് എന്ന് ആണ് ഇവിടെ വ്യക്തമായത്. ആ സമയത്തുള്ള ഫത്വയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാലിഹത്ത് ഉദ്ധരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പിന്നെ ആ ഫത്വ തോട്ടിലെറിയണമെന്ന് ആൽ ഷെയ്ഖ് ഇന്ത്യ എന്നുള്ള പ്രയോഗമെല്ലാം അത് ഒരു ക്ഷമാപണത്തോടെ പിൻവലിക്കേണ്ടതില്ല എന്ന് ചോദിക്കണം. അതേപോലെ തന്നെ ഞാനതിൽ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ഈ ചോദ്യത്തിൽ പിന്നെ സാലിഹ് പറഞ്ഞു, ഈ ഇലാജ് ചെയ്യുന്ന സമയത്ത് ചെറുക്കാകുന്നതും ചെറുക്കാകാത്തതുമായ 2 തരം ഇലാജുണ്ട് എന്ന് പറഞ്ഞു. അത് ഇസ്തിയാനത്തുണ്ടെന്ന് പറഞ്ഞു. അത് ഏതാണ് എന്ന് വ്യക്തമാക്കണം. അതിന്റെ മാനദണ്ഡം എന്താണ്? അപ്പോ സംവാദം നടത്തിയിട്ട് ആകെ ഒറ്റ എല്ലാം ശിർക്കാണ് എന്നല്ല തെളിഞ്ഞത്. അതൊന്നും കൂടി മനസ്സിലാകും അടുത്ത ഭാഗം കേൾക്കുമ്പോ. കേട്ടോളൂ നിങ്ങൾ. റാഖിയുടെ ചോദ്യം, ആ റാഖിയുടെ ചോദ്യങ്ങളിൽ ശിർക്കായതുണ്ട്, അല്ല റാഖിയുടേതിൽ റാഖി ചോദിക്കുന്ന ചോദ്യത്തിൽ ശിർക്കായതുകൊണ്ട് അല്ലാത്തതുണ്ട്. അപ്പൊ ജിന്നിനോട് എന്ത് മുണ്ടിയാലും ശിർക്ക്, എന്തു പറഞ്ഞാലും ശിർക്ക് എന്നത് അവിടെ പൊളിഞ്ഞപ്പോൾ കടപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി പുതിയ സംവാദത്തിലേക്ക് കടന്നപ്പോൾ അയച്ചാൻ കളി തുടങ്ങാൻ നിൽക്കുമ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഏതോ ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുപോയിട്ട് റൂമിൽ പിടിച്ചിരുത്തിയിട്ട് കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ പണ്ഡിതനില്ലാത്ത ഒരു എളിയ പ്രബോധകനായ പ്രവർത്തകനായ സാലിഷ് വാടാനപ്പള്ളിയെ വിളിച്ച് ഒരു റൂമിൽ സ്വകാര്യമായി ഇരുത്തി അവിടെ വെച്ച് നിലംപരിശാക്കി വിജയം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നടന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ തറവറ്റിയപ്പോൾ അതിൽ നിന്ന് തലപൊക്കാൻ വേണ്ടി കണ്ട രീതിയാണ് മറ്റൊരു സംവാദത്തിനുള്ള വെല്ലുവിളി. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഈ KJUവിന്റെ കത്തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം. എന്താ അറിയോ? സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ പിന്നെ അത് ചെറിയ കുട്ടി, പറ്റാത്ത ആള്, വേണ്ടാത്ത ആള്. അതുകൊണ്ട് ഇത് ഒരുപാട് കളവുകൾ പറയുന്ന ആളാണ് ഇപ്പോൾ KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അത്തരം വ്യക്തികളോടുള്ള വ്യക്തിപരമായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അധ്വാനത്തിന് അതിൻ്റെതായ റിസൾട്ട് വേണം. ഞങ്ങൾ ഓരോന്നും കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി ചെയ്തു പോകുന്ന ആളുകളാണ്. ഇനി ഒക്കെ പോട്ടെ, കുട്ടീനെ റൂമിൽ അടച്ചുകൂട്ടിയൊന്നല്ല, ഇത് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഫൈസൽ മൗലിൻ്റെ അടുത്ത് വന്ന് പ്രിംറോസും അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹൈദരാലി സാഹിബ് ഒക്കെയാണ് അതിന് അവസരം കൊടുത്തത്. നിച്ച് ഓഫ് ട്രൂത്തിൽ നടക്കേണ്ടിയിരുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൽ വെച്ച് നടന്ന ഔദ്യോഗികമാവും എഴുതിയിട്ടാണ് പന്നിപ്പാറയ്ക്ക് പോകുന്നത്, വീട്ടിൽ വെച്ച് നടത്തിയത്. ഇനി ഞാൻ കോഴിച്ചനയുമായി ബന്ധപ്പെട്ട ചിലത് പറയാനുണ്ട്. സമയം പരിഗണിച്ചുകൊണ്ട് ഇത് കുട്ടിയല്ലാത്ത ഏറ്റവും വലിയ ആൾ വന്നല്ലോ പന്നിപ്പാറ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? പത്തപ്പെരിയത്ത് വന്നല്ലോ. പത്തപ്പെരിയത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം നമുക്ക് ഫൈസൽ മൗലവിയുടെ ചോദ്യം 2 ഒന്ന് കേൾക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഇല്ലേ? കാരണം ഇസ്തിംതാ ശിർക്കായതും വസീലയായതും ഉണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു. എങ്കിൽ ആ പറഞ്ഞ ഇസ്തിംതാഇൽ, ആയത്തിൽ പറഞ്ഞ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് ഉൾപ്പെടുമോ ഉൾപ്പെടില്ലേ? നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇസ്തിംതാ പെടുമോ ഇല്ലയോ, ഏത് ഇസ്തിആനത്ത് പെടുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഉടനെ സെൽഫി കയറിയിട്ട് പറഞ്ഞത് അതൊരു പുതിയ ചോദ്യമാണ്, അതിൽ നമുക്ക് തർക്കമല്ല എന്നാ അദ്ദേഹം അതൊന്ന് പറയട്ടെ. ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടുമോ? ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ്, തർക്കമില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഇസ്തിംതാഇൽ ഇസ്തിആനത്ത് പെടും, ഇസ്തിആനത്ത് അല്ലാത്തതും പെടും. ഇപ്പൊ സമ്മതിച്ചോ എന്ന് ചോദിക്കണ്ട മൗലിയാരെ, അതാണ് മൗലിയാരിയത്ത്. സമ്മതിച്ചോ എന്ന് ചോദിക്കും. കാരണം അത്രയും ദിവസം പത്തപ്പരിയം സംവാദം വരെ നിങ്ങളെ വാദം എന്താ? അത് രണ്ടും രണ്ടാണ് എന്നാണ്. ഇതാ പുളിക്കൽ വെച്ച് നടന്ന ഖണ്ഡനത്തിൽ ആ വാദം നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടോട്ടെ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിആനത്ത് നടത്തി എന്നല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി. മുസ്ലിയാർ ആയത്തിനെ വളച്ചൊടിച്ച് ഞാൻ ഏതൊരു ചോദ്യമാണോ ചോദിച്ചത് ആ ചോദ്യത്തിന് ആയത്തോതി, ആ ആയത്തോതിയിട്ട് വ്യാഖ്യാനിക്കുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം.
പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി. ഓക്കെ, അപ്പൊ ഇവിടെ ഇസ്തിആനത്തും ഇസ്തിംതാവും രണ്ടായിരുന്നു. അപ്പൊ ആദ്യം പത്തപ്പെരിയത്ത ഇസ്തിആനത്തും ഇസ്തിംതാവും ഒന്നാക്കി കൊടുത്തു. സലഫിന് അത് സമ്മതിച്ചു. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ശിർക്കാകുന്നതുണ്ട്, ശിർക്കിലേക്ക് എത്തുന്നതുണ്ട്. അതല്ലേ കിട്ടേണ്ടത്? ഇനി സലഫി ഒന്ന് പറയട്ടെ. ഒരു സ്ഥലത്തെത്തുമ്പോൾ അദ്ദേഹം അറബിയിലൊരു വാചകം പറയണം, വസീലത്തു ശിർക്ക് എന്ന് പറയണം. അവിടെ വാ ബാ എന്ന് പറഞ്ഞിട്ട് പോകണം. നിങ്ങൾക്ക് കാണാം, കണ്ടോളി. ഇസ്തിംതാഇല് ഇസ്തിആനത്ത് പെടും. ശിർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരം എടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാ ആണ്. അതേപോലെ തന്നെ ഹറാമാണ് പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആ വാബ എന്താ? അപ്പോ പത്തപ്പെരിയം സംവാദത്തിൽ ഉണ്ടായതാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഈ അയച്ചാൻ കൊയ്ച്ചാൻ കളി പിന്നെയും ചോദിക്കണേ. ശരി, റെഡിയാണ്. ആ KJUവിൻ്റെ ലെറ്റർ ഹെഡിൽ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വരട്ടെ. ഇനി നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഒന്നുകൂടി നമുക്ക് പിന്നെ ഫൈസൽ മൗലവി ആ വിഷയത്തിൽ ഇടപെടുന്നതൊന്ന് കാണാം. അഭൗതികമായി ഉള്ള ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗം കേട്ടു നോക്കൂ. മൂന്നാമത്തെ മറുപടി എവിടെ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാ ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാ ഉണ്ടായി? അതങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ അതോടുകൂടെ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഒരു ചോദ്യം കൊണ്ട് വസീലത്ത് ശിർക്കുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് കിട്ടി. ഇനി നേരെ കിതാബിക്ക് കിടക്കുകയാണ്. സാലിസ് എടുത്ത് തോട്ടിലേക്ക് ഇട്ട കിതാബ് പതുക്കെ എടുത്തിട്ട് സലഫിന്റെ കയ്യിൽ കൊടുത്തു. സാലിഹ് ആലു ഷേഖിന്റെ കിതാബുമായിട്ട് ബന്ധപ്പെട്ട് ആ ചോദ്യം നിങ്ങളൊന്ന് കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സൗദി അറേബ്യയിൽ ഔഖാഫിന്റെ മന്ത്രിയായ സ്വാലിഹ് ആലു ഷെയ്ഖ് പറയുന്നു, ഈ ആയത്ത് വെച്ചിട്ട് തന്നെ ഇസ്തിആനത്തും ബിൽ ജിന്ന് ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട് എന്ന് സ്വാലിഹ് ആലു ഷെയ്ഖ് പറയുന്നു. അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുവോ? അദ്ദേഹത്തെ തള്ളുമോ? അതോ പണ്ട് സാലിസ് പറഞ്ഞ പോലെ തോട്ടിലേക്ക് എറിയുമോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സലഫിന്റെ മറുപടി? അതൊരു മന്ത്രിയാണ് എന്നാണ്. മന്ത്രിനെ നമുക്ക് പറ്റൂല എന്ന് അദ്ദേഹം പറയട്ടെ. ഇപ്പം ഞാൻ മാത്രമല്ല, സൗദി അറേബ്യയിലെ മന്ത്രി ഇബ്ൻ അബ്ബാസിനൊക്കെ ഇപ്പം മൂപ്പര് വിട്ടു. ഇപ്പം സൗദി അറേബ്യയിലെ മന്ത്രിനെ പല രാജ്യത്തെ മന്ത്രിമാരും പല കമ്മിറ്റിക്കാരും ഒക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് പിടുത്തം. അള്ളാനും വിട്ടു, റസൂലിനും വിട്ടു. അള്ളൻ റസൂലും പറഞ്ഞത് മനസ്സിലാക്കിയ സ്വഹാബത്തിനും വിട്ടു. അതൊക്കെ നിങ്ങൾ വിടേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് സാലിഹ് ആലു ഷെയ്ഖിനും കിട്ടൂല, വേറെ ആരും നിങ്ങൾക്ക് കിട്ടൂല. മനസ്സിലാക്കിക്കോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാണെന്ന് പറഞ്ഞു. പിന്നെ ഫൈസൽ മൗലവി അതിന് കൊടുക്കുന്ന റിപ്ലൈ നിങ്ങളൊന്ന് കേട്ടോളൂ. കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. ഇപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാന ഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്. രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിന് ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. ഓക്കെ, അപ്പോ ജമീ അൻവാഹിയ ശിർക്കുന്നല്ല, ലാ തജൂസ് പറ്റൂല. എന്നിട്ട് അതിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. വായിച്ചിട്ട് ഇവർക്ക് അർത്ഥം പറയാൻ പറ്റണില്ല.
അതുകൊണ്ട് അയിമ്മത്തുൽ അർബ പറഞ്ഞതടക്കം തെളിവില്ലാതെ സ്വീകരിക്കൂല എന്നാ. അപ്പൊ തെളിവ് പതുക്കെയാണ് കൊടുത്തു, പിടിച്ചോളി. ഏത് പണ്ഡിതൻ പറഞ്ഞാലും പ്രമാണം ഉണ്ടെങ്കിൽ ചെയ്യിക്കുന്ന പ്രമാണമാ കൊടുത്തത്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും ജമീഅ. നിങ്ങൾക്ക് എന്ന ആയത്ത് പ്രമാണമല്ല മാറിയത്? പ്രമാണം വെച്ചിട്ടാ പറഞ്ഞത്. ആലു ശൈഖ് ആയത്ത് കൊടുത്തു. വഖദ് ഖാല തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും ജമീഅ. ഈ ആയത്ത് വെച്ചിട്ട് ആലു ശൈഖ് പറയുന്നു മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്, അതേപോലെ വസിയത്തു ശിർക്കായതുമുണ്ട് എന്ന് ഈ ആയത്ത് വെച്ചാ പറഞ്ഞത്. അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമാണോ അല്ലേ പറഞ്ഞോളൂ. ഈ ആയത്ത് പറ്റൂല എന്നാണോ പറഞ്ഞോളൂ. ആലു ശൈഖ് കാന്തപുരത്തിന്റെ ബാക്കിയാണോ പറഞ്ഞോളൂ. എന്തേ പറയാൻ ബേജാറ്? പാസ്പോർട്ട് 10 ഉണ്ടായാലും പിന്നാണ്ട് കയറാൻ പറ്റൂല, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അത് പറയാ. ഓക്കെ, അപ്പോ സെൽഫി വന്നിട്ട് പറയണ എന്താ, ശിർക്ക് എന്ന് പറയുന്നത് കാഫറിന്റെ കാര്യത്തിലാണ്, മുസ്ലിമിന്റെ കാര്യത്തിൽ ആ നിലക്കില്ല എന്നാണ് അദ്ദേഹം പറയട്ടെ. ഈ ആയത്തിൽ പറഞ്ഞ ഇത് വസീലത്തു ശിർക്കാണെന്നതിന് മുസ്ലിയാർ ഉദ്ധരിച്ച ആയത്ത്, ആ ആയത്തിൽ പറഞ്ഞത് കാഫിർ ജിന്നിനെ പറ്റിയാണെന്ന് മുഫസ്സിരീങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ആലു ശൈഖ് പറയുന്നത് മുസ്ലിം ജിന്നിനോടുള്ള സഹായ തേട്ടമേ എന്താകൂ, വസീലത്തു ശിർക്കാവുകയുള്ളൂ. പഠിക്കണം. കിതാബ് എന്ന് പറഞ്ഞാൽ പോരാ, ഒപ്പം 4 ആളെ കൂട്ടിയാ പോരാ. 125 മുഖാമുഖം നടത്തി നാളെ 126 എണ്ണിയാൽ പോരാ. മുഖാമുഖത്തിന്റെ എണ്ണം കൂടുതലല്ല പ്രശ്നം, പറയുന്നതിലെ വസ്തുതകൾ മനസ്സിലാക്കലാണ് പ്രശ്നം. അതുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് താങ്കൾക്ക് എതിരാണ്. കാഫിർ ജിന്നിനോട് സഹായം തേടുന്നത് അത് ശിർക്കാണ്. ഓക്കെ, അപ്പൊ ആലു ശൈഖ് അപ്പോ എന്താണ് ഈ വിഷയത്തിൽ തെളിവ് കൂടി വന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമ്മൾ കാണുകയാണ്. അപ്പൊ ആലു ശൈഖ് ശിർക്കിലാണോ എന്ന ശക്തമായ ചോദ്യം ഫൈസൽ മൗലവി ഉന്നയിച്ചു. സലഫി ആലു ശൈഖ് പറഞ്ഞ അംഗീകരിക്കോ എന്നല്ല ഞാൻ ചോദിച്ചത്. ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ? ആലു ശൈഖ് ജൂനിയർ കാന്തപുരമാണെന്ന് പറയുമോ? ആലു ശൈഖ് ശിർക്കിലാണെന്ന് പറയുമോ? ആലു ശൈഖ് മുശ്രിക്കാണെന്ന് പറയുമോ? ആലു ശൈഖ് സമ്മേളനത്തിൽ വിളിക്കാൻ പാടില്ലെന്ന് പറയുമോ? ആലു ശൈഖ് ജിന്നൂരിയാണെന്ന് പറയുമോ? അതാ പറയേണ്ടത്, അതാ നിങ്ങൾ പറയേണ്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? ആലു ശൈഖ് എന്ത് ചെയ്തിട്ടുണ്ട്? മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വ മിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർക്കി, വസിയത്തു ശിർക്കായതുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? സക്കറിയ സുലായി കണ്ടുപിടിച്ചതല്ല, ജബ്ബാർ മൗലവി കണ്ടുപിടിച്ചതല്ല, അവിടെയല്ല പ്രശ്നം എന്ന് പറ്റില്ലേ? അതുകൊണ്ട് നിങ്ങൾ പറയണം. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ ആലു ശൈഖ്, അത് നിങ്ങൾ പറയണം. കാഫിർ ജിന്നും മുസ്ലിം ജിന്നും തന്നെയാണ് സലഫിന്റെ പ്രശ്നം. വീണ്ടും അദ്ദേഹം പറയട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ശൈഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണ് എന്നാ പറഞ്ഞത്. ഈ ആലു ശൈഖ് ഈ ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം ഈ ആയത്ത് മുസ്ലിം ജിന്നിനോടല്ല, മുസ്ലിം ജിന്നിനെയല്ല പരാമർശിക്കുന്നത്. യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി, അല്ലയോ ജിന്നുകളെ എന്ന് പറഞ്ഞാൽ യഅനി അശ്ശയാത്തീൻ. തഫ്സീർ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോ, തഫ്സീർ പേറി നടന്നാ പോരാ, അതൊന്ന് വായിച്ചു നോക്കിക്കോ. ഞാൻ അത് പറയുമ്പോൾ ലേശം വിഷമുണ്ടാവും. ഓക്കെ സുഹൃത്തുക്കളെ, അവസാനം ഇത് എവിടേക്കാണ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ വസീലത്തു ശിർക്ക് എന്നത് അത് കാഫറിൻ്റെ മുസ്ലിമിൻ്റെ കാര്യത്തിലാണ്, കാഫറിൻ്റെ കാര്യത്തിലല്ല. ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയ ചർച്ച അദ്ദേഹം കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഫൈസൽ മൗലവിൻ്റെ വളരെ ശക്തമായ ഒരു ഇടപെടലിന് സംവാദവേദി സാക്ഷിയാക്കണം. നിങ്ങൾ കേട്ടോളൂ. നേരെ മറിച്ചത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല. പണ്ടൊരു മൗലിയാര് മിമ്പറിന്റെ മുകളിൽ നിന്ന് ഒതു മുറിഞ്ഞു ഉറക്കെ, അപ്പൊ മൂപ്പര് ഇപ്പൊ ആരെ ഒതു മുറിഞ്ഞ സലഫി ഒന്നാകെ മുറിഞ്ഞു, ഒതു മാത്രമല്ല കുളിയും മുറിഞ്ഞു, ഇവിടെ എല്ലാം മുറിഞ്ഞു. കാരണം എന്താ? ഇപ്പൊ മൂപ്പര് വായിച്ചെന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇതേ ആവശ്യം അൽഹംദുലില്ലാ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. അതാണ് ആലു ശൈഖ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ദുർവ്യാഖ്യാനം. മൂപ്പർ പറഞ്ഞപ്പോഴോ ആലു ശൈഖ് പറഞ്ഞപ്പോൾ എവിടെ ഞങ്ങൾ പുറത്താക്കാന്ന്? കേരളം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കുക? മെമ്പർഷിപ്പിന് പുറത്താക്കുമോ എന്നല്ല ചോദിച്ചത്. അടുത്ത സമ്മേളനത്തിന് വിളിക്കണ്ട, നിങ്ങൾ ഓർഡർ ഇടി. ആലു ശൈഖ് സലഫില്ല എന്ന് പറയും, ആലു ശൈഖ് ജിന്നൂരിയ എന്ന് പറയും. സാലിസ് പറഞ്ഞ പോലെ പറയാൻ ധൈര്യം കാണിക്ക്. എന്താ ആലു ശൈഖ് തോട്ട് കയറി എന്ന് സാലിസ് പറഞ്ഞു, കാരണം ഓൻ അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അത് നിങ്ങൾ പറയും. അതെന്തെങ്കിലും പറയാത്തത്? അപ്പൊ ഏതാണ് രണ്ടാമത്തെ ചോദ്യം? ഓക്കെ,
ഒരു പ്രതികരണവും കൂടി സലഫി പറഞ്ഞ് അതിനുള്ള മറുപടി പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. നിങ്ങളിവിടെ തെളിവിനുദ്ധരിച്ച ആലു ഷെയ്ഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കും, കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുമെന്നാണ്. ഇവിടെ ആലു ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല, വസീലത്തു ശിർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ മർമ്മത്തിൽ അദ്ദേഹം സംവാദത്തിൽ മുഴുവൻ നിന്നത് ഈ പറയുന്ന ഒരു മുസ്ലിം ജിന്ന് കാഫിർ ജിന്നാണ്. അപ്പോൾ വേറെ കിതാബൊന്നും പോയില്ല, അതേ കിതാബ് തന്നെ അതേ പേജിൽ തന്നെ 8 വരി മേലെ ഫൈസൽ മൗലവി ഉദ്ധരിച്ചു. കണ്ടോളൂ. ആലു ഷെയ്ഖ് വൈരുദ്ധ്യം പറഞ്ഞൊന്ന് വരുത്തി തീർക്കാൻ ശ്രമം. ഇത് ആലു ഷെയ്ഖ, ഇത് അബ്ദുറഹ്മാൻ സലഫി അല്ല. ആലു ഷെയ്ഖ് വ്യക്തമായി പഠിപ്പിച്ചു, ഇത് ഇസ്തിആനത്ത്, ഇത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീന വസിലത്തും മിൻ വസായിൽ ശിർക്കി. നിങ്ങൾ വായിച്ചിലെ 8 വരി മേലെ മുസ്ലിം ആവട്ടെ അല്ലാത്താവട്ടെ വസിലത്തും മിൻ വസായിൽ ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇന്ന് തെളിവോർത്ത എന്താ? ഖാല തആല എന്ന് താഴെ പറയുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു വയൗമ നഹ്ശുറുഹും എന്ന ആയത്ത്. എന്താ പറഞ്ഞത്? മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്താവട്ടെ ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലെ അദ്ദേഹത്തോട് ചോദ്യം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ആ സംവാദം യൂട്യൂബിൽ കിട്ടും, നിങ്ങൾ കാണുക, കേൾക്കുക, വിഷയങ്ങൾ ശരിയായി പഠിക്കുക. നമ്മളിവിടെ ഇത്രയും കാര്യം പറഞ്ഞതിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ സുഹൃത്തുക്കളുടെ തൗഹീദിന് കളങ്കം വന്നുകൂടാ. വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ, ദീനിയിൽ ഉണ്ടാകുന്ന ഫിത്നകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇവിടെ ചില ശക്തമായ കോട്ടിമാട്ടലുകളും കളവുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും മറുപടിയുമായി പ്രിയ സുഹൃത്ത് മുസ സുലാഹി നമ്മളോടൊപ്പം ചേരും. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സാം വലൈക്കും വർഹമത്തുള്ളാഹി.